നമ്മുടെ ഇടുക്കിയിൽ ഈ പറഞ്ഞ പ്രശ്നമെല്ലാം ഉണ്ടായി. റോഡുകളൊക്കെ ഇടിഞ്ഞു മാറി അല്ലേ, സ്ഥലങ്ങളെല്ലാം ഒറ്റപ്പെട്ടു. ഈ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, അവിടെയൊന്നും ആഹാരം ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് റെസ്പോൺസ് എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ചേട്ടന്മാർ 4 വീൽ ജീപ്പ് എടുത്തുകൊണ്ട് സാഹസികമായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ് അല്ലേ. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്ലാസ് 4ാമത്തെ ക്ലാസ് ആണ്. ഒരു സെഷനും കൂടെ ആകുമ്പോഴത്തേക്കും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. അതിനകത്ത് ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഉറപ്പായിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ എടുത്തു പറയുന്നു, നിങ്ങളിത് കഥ കേൾക്കുന്നത് പോലെ കേട്ട് കഥ കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ മേഖല ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ കവറായി വരുന്നുണ്ട്. ഒന്ന്, വെൻ എ ഫ്ലഡ് ഈസ് ഓവർ ദ ഇൻസ്ട്രക്ഷൻ ടു ബി ഫോളോവ്ഡ്. നമ്മൾ ഒരു ഫ്ലഡ് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏത് എന്നാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. എന്താണ്? ക്യാൻ യൂസ് ഓൾ കൺസ്യൂമബിൾസ്. ഓപ്ഷൻ നമ്പർ എ, വി ക്യാൻ യൂസ് ക്യാൻഡ് ഫുഡ്സ്. ക്യാൻഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ക്യാനിൽ അടച്ച ഫുഡിൽ യൂസ് ചെയ്യാമോ ഇല്ലയോ അല്ലേ? ചെയ്യാം എന്ന് നമുക്ക് സംശയം തോന്നാം. വെയിറ്റ് അൺടിൽ ദ വാട്ടർ ഈസ് ഡിക്ലെയർഡ് സേഫ് ബിഫോർ ഡ്രിങ്കിങ്. സി, ഓപ്ഷൻ സി. അതുപോലെ ദ പീപ്പിൾ ഷുഡ് റിട്ടേൺ ടു ഹോം ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതൊക്കെയാണ്? 2 സംശയം വന്നാൽ ബിയും സിയും സംശയം വന്നാൽ ക്യാൻ യൂസ് ക്യാൻഡ് ഫുഡ്. ക്യാൻഡ് ഫുഡ് കണ്ടാമിനേറ്റ് ആകാൻ സാധ്യത കുറവാണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഈ ക്ലാസ് കേട്ട ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് സി എന്നുള്ള ഉത്തരത്തിലേക്ക് പോകും, ഉറപ്പാണ്. കാര്യം എന്താടാ? വെയിറ്റ് അൺടിൽ ദ വാട്ടർ ഈസ് ഡിക്ലെയർഡ് സേഫ് ഫോർ ഡ്രിങ്കിങ് അല്ലേ. ഫ്ലഡുമായിട്ട് ബന്ധപ്പെടുത്തി എപ്പോഴും വരുന്നത് എന്താണ്? നമ്മുടെ വാട്ടർ ക്വാളിറ്റി ആണല്ലേ. വാട്ടർ ക്വാളിറ്റി, വെള്ളം സർവത്ര, ചുറ്റാകെ വെള്ളം, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഫ്ലഡിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെയൊക്കെ ആ വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാലും കാണപ്പെടുന്ന നിറച്ച് ബോട്ടിലുകളാണ് അല്ലേ. വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ആൾക്കാർ കുടിക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് അവിടെയുള്ള ഒരു വാട്ടർ സോഴ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കുടിക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല. ഒരുപാട് കാരണങ്ങൾ അതിലേക്ക് വരാം കേട്ടോ. അപ്പോൾ എന്താണ്? സി ആണ് ഉത്തരം. ക്ലാസ് കേട്ടിരുന്ന കുട്ടിക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ദ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ആൻഡ് എമർജൻസി പ്രിവെൻഷൻ ഇൻ ഹെൽത്ത് സെക്ടർ ഇൻക്ലൂഡ്സ് വൺ അമംഗ് ദ ഫോളോവിങ്. താഴെ തന്നിരിക്കുന്നവയിൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ആൻഡ് എമർജൻസി പ്രിവെൻഷനിൽ ഉൾപ്പെടുന്ന കാര്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിറ്റിഗേഷൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഈ ക്ലാസ് കേട്ട ഒരു കുട്ടിക്കും ആൻസർ എഴുതാൻ പറ്റും. നോക്കാം. ഒന്ന്, ട്രയേജ് അറ്റ് ദ സൈറ്റ് ഓഫ് ഡിസാസ്റ്റർ. എന്താ ട്രയേജ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അറ്റ് ദ സൈറ്റ് ഓഫ് ഡിസാസ്റ്റർ ആണ് ട്രയേജ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ എന്താ? ലഘൂകരണം അല്ലെ, ലഘൂകരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രിവെൻഷൻ, ഡിസാസ്റ്ററിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ വരുന്ന ഡിസാസ്റ്ററിനെ ലഘൂകരിക്കുന്നതിന് വേണ്ട നടപടികളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. ക്ലിയർ ആയല്ലോ? 2, എപ്പിഡമിയോളജിക്കൽ സർവൈലൻസ് ആൻഡ് ഡിസീസ് കൺട്രോൾ. അതെല്ലാം ആഫ്റ്റർ ഡിസാസ്റ്റർ ചെയ്യേണ്ടുന്ന കാര്യമാണ് അല്ലേ. അടുത്ത് നോക്കാം. എൻഷുർ ബേസിക് സാനിറ്റേഷൻ. ഇതും ആഫ്റ്റർ ഡിസാസ്റ്റർ ചെയ്യേണ്ട കാര്യമാണ്. നോക്കാം. ഡി, പ്രിവെന്റ് ഹസാർഡ്സ് ഓർ ലെസൺ ദ എഫക്ട്സ് ഓഫ് എമർജൻസീസ്. ഇതാണ് ഇതിനകത്ത് ചെയ്യുന്നത് അല്ലേ. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹസാർഡുകൾ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് എമർജൻസികളുടെ വരാൻ സാധ്യത ഉറപ്പായിട്ടും വരുമെന്ന് ഉറപ്പുള്ള ഈ എമർജൻസിയുടെ എഫക്റ്റ് ലെസൺ ചെയ്യുക. ഡി ആണ് ഉത്തരം അല്ലേ. ഇതാ ഞാൻ പറഞ്ഞ മക്കളെ, ചുമ്മാ കേട്ടിരുന്നാൽ കിട്ടുന്ന മാർക്കാണേ, അതുകൊണ്ട് കളയരുത്, ക്ലാസ് കേൾക്കാതെ പോകരുത് കേട്ടോ. അപ്പോൾ നോക്കാം. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഹെൽത്ത് സെക്ടർ. നോക്കാം എന്തൊക്കെ വരുന്നത്. എമർജൻസി പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഇൻവോൾവ്സ് മെഷേഴ്സ് ഡിസൈൻ ടു എയ്തർ പ്രിവെന്റ് ഹസാർഡ്സ് ഫ്രം കാസിംഗ് എമർജൻസി ഓർ ടു ലെസൺ ദ ലൈക്ലി എഫക്ട്സ്. കണ്ടോ, ഫസ്റ്റ് ലൈനിൽ കെപാർക്കിലെ ഫസ്റ്റ് ലൈൻ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഹെൽത്ത് സെക്ടറിൽ ഫസ്റ്റ് ലൈനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ കിടക്കണ്ടോ? എന്താണ്? പ്രിവെന്റ് ദ ഹസാർഡ്സ് ഫ്രം കോസിംഗ് എമർജൻസി ഓർ ലെസൺ ദ ലൈക്ലി എഫക്ട്സ് അല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു 30-35 ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ എല്ലാം കവറായി, നിങ്ങൾക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടും. അതുപോലെ 5 ക്ലാസ്സിൽ 30 ക്വസ്റ്റ്യൻ ആകുമ്പോൾ എത്രയാണ്? 30-40 ക്വസ്റ്റ്യൻ ആകുമ്പോൾ എത്രയായി? ഒത്തിരി ക്വസ്റ്റ്യൻ ആയല്ലേ. യെസ്, നമുക്ക് അത് മാത്രം മതിയാവും നമുക്ക് ഇതിനകത്തുള്ള മാർക്ക് മേടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. എമർജൻസി പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഇൻവോൾവ്സ് എന്തൊക്കെ ഉൾപ്പെടുന്നത്? മെഷേഴ്സ് ഡിസൈൻഡ് ഐദർ ടു പ്രിവെന്റ്. ഒന്നുകിൽ എന്താണ്? നമ്മൾ എടുക്കുന്ന മെഷർ ആണ്. എമർജൻസി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് ആണ്. എന്തിനു വേണ്ടി? ഡിസൈൻഡ് ഐദർ ടു പ്രിവെന്റ് ഹസാർഡ്സ് ഫ്രം കോസിംഗ് എമർജൻസി അല്ലേ. ഒന്നിൽ എന്താണ്? ഹസാർഡുകൾ സംഭവിക്കാൻ വേണ്ടി പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കുക, അല്ലെങ്കിൽ എന്താണ്? ലെസൺ ദ ലൈക്ലി എഫക്ട്സ് ഓഫ് എമർജൻസീസ്. വരുന്ന എമർജൻസിയുടെ
എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ ദീസ് മെഷേഴ്സ് ഇൻക്ലൂഡ് ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക് ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അതുപോലെ അപ്രോപ്രിയേറ്റ് ലാൻഡ് യൂസ് പ്ലാനിംഗ് വരുന്നുണ്ട്, ഇംപ്രൂവ്ഡ് ബിൽഡിംഗ് കോഡ്സ് വരുന്നുണ്ട്, റിഡക്ഷൻ ഓർ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ പോപ്പുലേഷൻ ആൻഡ് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. നോക്കൂ, മിറ്റിഗേഷൻ കോംപ്ലിമെന്റ്സ് ദ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് അല്ലേ. എന്തൊക്കെയാ ഇതിനകത്ത് വരുന്നത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. എന്താണ് ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക്സ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്താണ് തോടുകളുടെയൊക്കെ വീതി കൂട്ടൽ അല്ലെ, തോടുകൾ അല്ലെങ്കിൽ ജലം ഒഴുകിപ്പോകാനുള്ള വഴിയെല്ലാം വികസിപ്പിച്ചെടുക്കൽ പ്രധാനമായിട്ട് ഒരു ഫ്ലഡ് മിറ്റിഗേഷൻ വർക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ 2018-18 പ്രളയത്തിന്റെ ആക്കം അത്രയും വർദ്ധിപ്പിച്ചത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകുന്ന വഴികളൊക്കെ മനുഷ്യന് കൈയടക്കിയതിൻ്റെ പ്രശ്നമാണ്. അവിടെയൊക്കെ കയറി കെട്ടിടങ്ങൾ വെച്ചപ്പോൾ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ വഴിയില്ലാതെ വന്നു എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ വന്നപ്പോൾ ഫ്ലഡ് ഭീകരമായി. അപ്പോൾ അതിനുശേഷം പല ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക് നമ്മളവിടെ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെല്ലാം ലിമിറ്റേഷനും കൊണ്ടുപോകും സർക്കാർ അല്ലേ. അപ്പോൾ നോക്കുക, എന്താണ് ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക്? ഉദാഹരണം ഞാൻ പറഞ്ഞു. അതുപോലെ അപ്രോപ്രിയേറ്റ് ലാൻഡ് യൂസ് പ്ലാനിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇത് പറഞ്ഞ കാര്യമാണല്ലേ. എന്താണ്? നീർവാർച്ചയുള്ള പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ അവിടെ വരാൻ പോകുന്ന ബിൽഡിങ്ങിനെല്ലാം കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വയ്ക്കും. അല്ലെങ്കിൽ മാത്രമല്ല ഈ പറയുന്ന നദികളിൽ നിന്നെല്ലാം കൃത്യമായ അകലം പാലിച്ചിട്ട് മാത്രമേ ഈ പറഞ്ഞ ബിൽഡിംഗ് എല്ലാം കെട്ടാൻ പാടുള്ളൂ അല്ലേ. അതുപോലെ ഇംപ്രൂവ്ഡ് ബിൽഡിംഗ് കോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജപ്പാനിലൊക്കെ എർത്ത് കേക്കെല്ലാം വളരെയധികം സംഭവിക്കുന്ന സ്ഥലമാണ്. അടിയന്തരമായിട്ടില്ല, നിരന്തരം ഉണ്ടാവും. ജപ്പാനിലൊക്കെ ഉണ്ടാകുന്ന ഒരു എർത്ത് കേക്ക് പോലെയൊക്കെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരമൊക്കെ തവിട് പൊടിയായി പോകും. കാര്യം എന്താ? ജപ്പാനിൽ പലപ്പോഴും നിങ്ങൾ എർത്ത് കേക്കിന്റെ വീഡിയോ കണ്ടു നോക്കണം. വീടൊക്കെ ഇങ്ങനെ ഒന്ന് കുലുങ്ങും, ആ വീടുകളൊക്കെ. അപ്പോൾ എന്നാലും ഒരു വീടും വീഴത്തില്ല, അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് വീഴത്തില്ല. കാര്യം എന്താ? അവർ കെട്ടുന്ന ബിൽഡിംഗ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ബിൽഡിംഗാണ് കെട്ടുന്നത് അല്ലേ. അതാണ് ഇംപ്രൂവ്ഡ് ബിൽഡിംഗ് കോഡ്സ്. അതുപോലെ എന്താ? റിഡക്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ പോപ്പുലേഷൻ ആൻഡ് സ്ട്രക്ചേഴ്സ്. വൾണറബിൾ സ്ട്രക്ചേഴ്സ് അല്ലേ. വൾണറബിൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താടാ? ഒരു പെട്ടെന്നൊരു കുലുക്കം ഉണ്ടായാൽ പൊടിഞ്ഞു വീഴുമെന്ന് ഉറപ്പുള്ള സ്ട്രക്ചറുകൾ കുറയ്ക്കുക അല്ലേ. അതുപോലെ എന്താണ്? വൾണറബിൾ പോപ്പുലേഷനെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അവയാണ് എന്താ? ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഇൻ ഹെൽത്ത് സെക്ടറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്താണെന്ന് നോക്കാം. അതെല്ലാം മിറ്റിഗേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. എമർജൻസി പ്രിപ്പയർനെസ് is a program of long-term development activities whose goals are to strengthen the overall capacity and capability of a country to manage efficiently all type of emergency. എന്താ നോക്ക്, ഒന്നുകൂടെ വായിച്ചു നോക്ക്. എമർജൻസി പ്രിപ്പയർനെസ്, എമർജൻസിയെ അല്ലെ അടിയന്തരാവസ്ഥയെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് ലോങ് ടേം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഹൂസ് ഗോൾസ് ആർ ഡിസൈൻഡ് ടു സ്ട്രെങ്തൻ ദ ഓവറോൾ കപ്പാസിറ്റി ആൻഡ് കേപ്പബിലിറ്റി ഓഫ് എ കൺട്രി ടു മാനേജ് എഫിഷ്യൻ്റ്ലി ഓൾ ടൈപ്പ് ഓഫ് എമർജൻസി അല്ലേ. എന്താണ്? ഇതൊരു പ്രോഗ്രാം ഓഫ് ലോങ് ടേം ആക്ടിവിറ്റീസ് ആണ് അല്ലേ. ഒരു ലോങ് ടേം ആക്ടിവിറ്റീസ് ആണ്. സർക്കാരിന്റെ പല പ്ലാനുകളും ലോങ് ടേം ആക്ടിവിറ്റീസ് ആണ്. അതിന്റെ ലക്ഷ്യം എന്താണ്? ഗോൾ എന്താണ്? സ്ട്രെങ്തൻ ദ ഓവറോൾ കപ്പാസിറ്റി ആൻഡ് കേപ്പബിലിറ്റി അല്ലേ. നമ്മുടെ സമൂഹത്തിന്റെയും അതുപോലെ സർക്കാരിന്റെയും ഓവറോൾ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഇംപ്രവൈസ് ചെയ്യുക. എന്തിന്? ടു മാനേജ് എഫിഷ്യൻ്റ്ലി ഓൾ ടൈപ്സ് ഓഫ് എമർജൻസി. ഇതിനെയാണ് നമ്മൾ എമർജൻസി പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ചോദിക്കാൻ വേണമെങ്കിൽ എന്താണ് എമർജൻസി പ്രിപ്പയർനെസ്? താഴെ പ്രസ്താവന തരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എന്താ? ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് ലോങ് ടേം ആക്ടിവിറ്റീസ് അല്ലേ. ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്, വികസന പ്രവർത്തനങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ രാജ്യത്തിന്റെ ഓവറോൾ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ, പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള ഒരു എമർജൻസിയെ നേരിടാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലോങ് ടേം പ്രോഗ്രാമിനെ നമ്മൾ എന്ന് വിളിക്കുക? എമർജൻസി പ്രിപ്പയർനെസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കടാ. എന്താ ഇതിന്റെ മോളിൽ പറഞ്ഞ കാര്യത്തിന് ലക്ഷ്യം എന്താണ്? ഈസ് ടു എൻഷ്യൂർ, ഉറപ്പിക്കണം. എന്തുറപ്പിക്കണം? ദാറ്റ് അപ്രോപ്രിയേറ്റ് സിസ്റ്റംസ്, കൃത്യമായിട്ട് ആവശ്യമുള്ള അനുയോജ്യമായ സിസ്റ്റങ്ങൾ, അതുപോലെ പ്രൊസീജിയറുകൾ ആൻഡ് റിസോഴ്സസ് ആർ ഇൻ പ്ലേസ്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എവിടെ? യഥാസ്ഥാനത്ത് ഉണ്ടാണെന്ന് ഉറപ്പിക്കണം അല്ലേ. എന്തിനു വേണ്ടി? ടു പ്രൊവൈഡ് പ്രോംപ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ആർക്ക് കൊടുക്കണം? ഡിസാസ്റ്റർ വിക്ടിംസിന് കൊടുക്കണം. ദസ് ഫെസിലിറ്റേറ്റിംഗ് റിലീഫ് മെഷേഴ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സർവീസസ് അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? എന്താണ്? ടു എൻഷുർ ദാറ്റ് അപ്രോപ്രിയേറ്റ് സിസ്റ്റംസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റിസോഴ്സസ്. അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഹെൽത്തിന്റെ കാര്യം പറഞ്ഞാൽ ഹെൽത്ത് സിസ്റ്റംസ് വേണം, അതുപോലെ പ്രൊസീജിയറുകൾ വേണം അല്ലേ. തീ അണയ്ക്കണമെങ്കിൽ അതിന് കൃത്യമായ പ്രൊസീജിയർ വേണം, അതുപോലെ റിസോഴ്സ് വേണം. തീ അണയ്ക്കുകയാണെങ്കിൽ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള
ആയിട്ടുള്ള ഫയർ സർവീസ് വേണം അല്ലേ, അതെല്ലാം കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങൾ ഇൻ പ്ലേസിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്തിനു വേണ്ടി? ടു പ്രൊവൈഡ് പ്രോംപ്റ്റ് എഫക്റ്റീവ് അസിസ്റ്റൻസ്, കൃത്യമായിട്ടുള്ള സമയത്തുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ്, അത് എഫക്റ്റീവ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ആർക്ക്? ഡിസാസ്റ്റർ വിക്ടിംസിന് കൊടുക്കുന്നു എന്ന് ഉറപ്പാക്കുക. അതാണ് എന്തിന്റെ ലക്ഷ്യം? എമർജൻസി പ്രിപ്പയർനെസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നോക്കാം, ദ റീസൺസ് ഓഫ് കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് ആർ. കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് ടേം കൂടെ പഠിക്കുക. എന്താണ്? എമർജൻസി പ്രിപ്പയർനെസ് പഠിച്ചു, ഇനി കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ്. കമ്മ്യൂണിറ്റിയും പ്രിപ്പയർ ആയിരിക്കണം അല്ലേ, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ പ്രോൺഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റിയാണ് ഫസ്റ്റ് ലൈൻ ഹെൽപ്പുമായിട്ട് മുന്നോട്ട് വരുന്നത് അല്ലേ. നോക്കാം, മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഹാവ് ദ മോസ്റ്റ് ലോസ് ഫ്രം ബീങ് വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ് ആൻഡ് ദ മോസ്റ്റ് ഗെയിൻ ഫ്രം ആൻ എഫക്റ്റീവ് ആൻഡ് അപ്രോപ്രിയേറ്റ് എമർജൻസി പ്രിപ്പയർനെസ് പ്രോഗ്രാം. കണ്ടോ, കമ്മ്യൂണിറ്റി മെമ്പേഴ്സാണ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും കൂടുതൽ സഹിക്കേണ്ട ആൾക്കാർ, വൾണറബിൾ പീപ്പിൾ അവരാണ്. മാത്രമല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പയറിംഗ് പ്രോഗ്രാം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ആർക്കാണ്? മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റിക്കാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം അല്ലേ. നോക്കാം, ആരാണ്, എന്താ കാരണം? ദോസ് ഹു ഫസ്റ്റ് റെസ്പോണ്ട് ടു ആൻ എമർജൻസി കം ഫ്രം വിത്തിൻ ദ കമ്മ്യൂണിറ്റി. ഇതാണ് കാരണം. എന്താണ്? ആദ്യത്തെ റെസ്പോൺസ് എവിടെ നിന്നാണ് വരുന്നത്? സമൂഹത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ. വെൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിസ്റപ്റ്റഡ് ആൻഡ് എക്സ്റ്റേണൽ റെസ്പോൺസ് മേ നോട്ട് അറൈവ് ഫോർ ഡേയ്സ്. കണ്ടോ, ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ല, എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കുഞ്ഞുങ്ങളെ, എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇടുക്കിയിലൊക്കെ ഈ പറഞ്ഞ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ മാർഗമില്ലാത്ത സാഹചര്യം വന്നല്ലേ, എത്തിപ്പെടാൻ മാർഗമില്ല. അപ്പൊ എന്താ ചെയ്തത്? നമ്മുടെ നാട്ടിലൊക്കെ ഓഫ് റോഡ് ജീപ്പുള്ള ചേട്ടന്മാരൊക്കെ വണ്ടി എടുത്ത് പോയി അല്ലേ, പോയി എന്ത് അവശ്യ സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുത്തു നമ്മുടെ ജനങ്ങൾക്ക്, ഇല്ലേടാ? ഇല്ലേ? അപ്പൊ എന്താ? ആര്? ദോസ് ഹു ഫസ്റ്റ് റെസ്പോണ്ട് ടു ആൻ എമർജൻസി കം ഫ്രം വിത്തിൻ ദ കമ്മ്യൂണിറ്റി അല്ലേ. കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിന്നാണ് വരുന്നത്, സമൂഹത്തിൽ നിന്നാണ് ആദ്യത്തെ ഹെൽപ്പ് വരുന്നത്. എപ്പോ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സീരിയസ് ഇഷ്യൂ വരുമ്പോൾ അല്ലേ. നോക്കാം, അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, റിസോഴ്സ് ആർ മോസ്റ്റ് ഈസിലി പൂൾഡ് അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ ആൻഡ് എവറി കമ്മ്യൂണിറ്റി പൊസസസ് കേപ്പബിലിറ്റീസ് അല്ലേ. നോക്ക്, ഫെയിലിയർ ടു എക്സ്പ്ലോയിറ്റ് ദീസ് കേപ്പബിലിറ്റീസ് ഈസ് പുവർ റിസോഴ്സ് മാനേജ്മെന്റ്. നമുക്ക് എന്താണ്? റിസോഴ്സുകൾ നമുക്ക് ഏറ്റവും എളുപ്പം പൂൾ ചെയ്യാൻ പറ്റും അല്ലേ, കമ്മ്യൂണിറ്റി ലെവലിൽ പൂൾ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒറ്റ കാര്യം ഓർത്ത് വയ്ക്കണം. നമ്മുടെ ഇടുക്കിയിൽ ഈ പറഞ്ഞ പ്രശ്നമെല്ലാം ഉണ്ടായി, റോഡുകളൊക്കെ ഇടിഞ്ഞു മാറി അല്ലേ, സ്ഥലങ്ങളെല്ലാം ഒറ്റപ്പെട്ടു, ഈ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, അവിടെയൊന്നും ആഹാരം ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് റെസ്പോൺസ് എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ചേട്ടന്മാർ 4 വീൽ ജീപ്പ് എടുത്തുകൊണ്ട് സാഹസികമായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ് അല്ലേ. നോക്ക്, അതാദ്യം. ഇനി രണ്ടാമത്തെ കാര്യം, റിസോഴ്സ് ആർ മോസ്റ്റ് ഈസിലി പൂൾഡ് അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ അല്ലേ. ഓരോ കമ്മ്യൂണിറ്റി ലെവലിലും, ഉദാഹരണത്തിന് തൊട്ട് താഴ്വാരത്തിൽ അടിവാരത്തിൽ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെയുള്ള റിസോഴ്സ്, ഫുഡ് റിസോഴ്സ് ആവട്ടെ, മറ്റെന്ത് റിസോഴ്സ് ആവട്ടെ, ഈസി ആയിട്ട് അവർക്ക് കളക്ട് ചെയ്യാനും പൂൾ ചെയ്യാനും പറ്റും അല്ലേ. ആൻഡ് നോക്ക്, എവരി കമ്മ്യൂണിറ്റി പൊസസ് കേപ്പബിലിറ്റീസ് അല്ലേ. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ. അതാണ്, ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ സമൂഹത്തിനും അതിൻ്റെതായ കേപ്പബിലിറ്റീസ് ഉണ്ട്. ഫെയിലിയർ to exploit these capabilities is poor resource management. ഇപ്പോൾ നമ്മുടെ സർക്കാരിനാവട്ടെ അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ഒരാളിന് ഒരു അതോറിറ്റിക്കോ ആവട്ടെ ഈ റിസോഴ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനോ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കാനോ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതെന്താടാ? പുവർ റിസോഴ്സ് മാനേജ്മെന്റ് ആണല്ലേ, പുവർ റിസോഴ്സ് മാനേജ്മെന്റ്. നോക്കാം, അതുപോലെ സസ്റ്റെയിൻ ഡെവലപ്മെന്റ് ഈസ് ബെസ്റ്റ് അച്ചീവ്ഡ് ബൈ അലോയിങ് എമർജൻസി അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ്. അതുപോലെ ആഫ്റ്റർ ഡിസാസ്റ്റർ നമുക്ക് അവിടെ സസ്റ്റെയിൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലെ, സുസ്ഥിര വികസനം അവിടെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം, ഇറ്റ് ഈസ് ബെസ്റ്റ് അച്ചീവ്ഡ് ബൈ അലോയിങ് എമർജൻസി അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ്. അത് അഫക്റ്റ് ചെയ്ത കമ്മ്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ആ ഡെവലപ്മെന്റ് പ്ലാനുകളുടെ ഡിസൈൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണമല്ലേ അവർക്ക് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിസൈൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം. കാരണം പുറത്തുനിന്ന് വരുന്നതിനല്ല അവന്റെ ആവശ്യം അറിയാവുന്നുള്ളതല്ലേ, അല്ലേടാ? പുറത്തുനിന്ന് വരുന്ന അറിയത്തില്ല, അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഈ എമർജൻസി അഫക്റ്റഡ് പീപ്പിളിനാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നോക്ക് മക്കളെ, റീസൺസ് ഫോർ കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് കൃത്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു പോകാം. മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഹാവ് ദ മോസ്റ്റ് ലോസ് ഫ്രം വൾണറബിൾ ടു ഡിസാസ്റ്റർ ആൻഡ് മോസ്റ്റ് ഗെയിൻ അല്ലേ. എന്തിൽ നിന്നും പ്രിപ്പയർനെസ്സിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്നതും ഡിസാസ്റ്റർ ഉണ്ടായി ഏറ്റവും നഷ്ടം ഉണ്ടാകുന്നതും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ്. അതുപോലെ ഏറ്റവും ആദ്യം പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ റിസോഴ്സ് കൃത്യമായിട്ട് പൂൾ ചെയ്യാൻ അവർക്ക് അറിയാൻ പറ്റും, നമുക്കത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ പരാജയമാണല്ലേ. അതുപോലെ സസ്റ്റെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ നാട്ടിൽ ആ ഡിസാസ്റ്റർ എമർജൻസി അഫക്റ്റ് ചെയ്ത ആൾക്കാരെന്നുള്ള ഇൻപുട്ട് എടുത്തുകൊണ്ട് നടപ്പിലാക്കിയാൽ കൂടുതൽ സസ്റ്റെയിൻ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം സാധ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ്.
ഇനി എന്താ പോളിസി ഡെവലപ്മെന്റ് നോക്കാം. ദ പോളിസി ഡെവലപ്മെന്റ് ഇസ് എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. ശ്രദ്ധിക്കുക, എന്താണ് പോളിസി ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ? എ കോഴ്സ് ഓഫ് ആക്ഷന്റെ ഫോർമൽ സ്റ്റേറ്റ്മെന്റ്. എന്താ പോളിസി എന്ന് പറഞ്ഞാൽ സർക്കാരിന് പോളിസി ഉണ്ടാവില്ല. സർക്കാരിന് ഇഷ്ടം പോലെ പോളിസികളുണ്ട്, പലതരത്തിലുള്ള പോളിസികളുണ്ട്. ഈ പോളിസികളാണ് പിന്നെ പ്രോഗ്രാംസ് ആയിട്ട് പ്ലാൻ പ്രോഗ്രാംസ് ആയിട്ട് മാറുന്നത് അല്ലേ. നോക്കാം, അതോടെ നിൽക്കട്ടെ. പോളിസി ഡെവലപ്മെന്റ് ഈസ് ദ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. ശ്രദ്ധിക്കുക, പോളിസി ഈസ് എ സ്ട്രാറ്റജിക് ഇൻ നേച്ചർ ആൻഡ് പെർഫോംസ് ദ ഫോളോവിംഗ് ഫംഗ്ഷൻസ്. പോളിസി എന്താണ്? സ്ട്രാറ്റജികളാണ് അല്ലേ, സ്ട്രാറ്റജികളാണ്. പക്ഷേ അതെന്ത് താഴെ പറയുന്ന ഫംഗ്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന്, എസ്റ്റാബ്ലിഷ് ലോങ് ടേം ഗോൾസ്. ശ്രദ്ധിക്കുക, എസ്റ്റാബ്ലിഷ് ലോങ് ടേം ഗോൾസ്, എസ്റ്റാബ്ലിഷ് ലോങ് ടേം ഗോൾസ്. രണ്ട്, അസൈൻ റെസ്പോൺസിബിലിറ്റീസ് ഫോർ അച്ചീവിംഗ് ഗോൾസ്. സി എന്താണ്? എസ്റ്റാബ്ലിഷ് റെക്കമെൻഡഡ് വർക്ക് പ്രാക്ടീസ്. ഡി എന്താണ്? ഡിറ്റർമൈൻ ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ്. നോക്ക്, പോളിസി മേക്കിംഗ് പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ ഏതൊക്കെ നോക്കാം. എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ലോങ് ടേം ഗോൾസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിപ്പ വന്നു അല്ലേ, നിപ്പ വന്നതിന് ശേഷം നമുക്ക് ലോങ് ടേം ഗോൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ഗോൾ, ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക. അതുപോലെ അസൈൻ റെസ്പോൺസിബിലിറ്റീസ് ഫോർ അച്ചീവിംഗ് ഗോൾസ്. ഈ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റു വേറൊരു കാര്യം പറഞ്ഞു തരാം. നമുക്ക് പോളിസി ഡെവലപ്മെന്റിൽ നമ്മുടെ റാബീസ് ഇറാഡിക്കേഷൻ, നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതൊരു എന്താണ്? ഇറ്റ്സ് എ ലോങ് ടേം ഗോൾ. അതിന് നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ലോങ് ടേം ഗോൾ. റാബീസ് ഫ്രീ ഇന്ത്യ അല്ലെങ്കിൽ റാബീസ് ഫ്രീ കേരള, അത് ബുദ്ധിമുട്ടാണല്ലേ. എന്താണ്? റാബീസ് ഒക്കെ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാം. ഇറാഡിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേൾഡ് വൈഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നിൽക്കട്ടെ. എന്തായാലും റാബീസ് ഫ്രീ കേരള എന്നൊരു ലോങ് ടേം ഗോള് സർക്കാർ സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അസൈൻ റെസ്പോൺസിബിലിറ്റീസ് ഫോർ അച്ചീവിംഗ് ഗോൾസ്. റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ടുള്ള ഇയർ റൗണ്ടിൽ ഉള്ള വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ അല്ലാന്നുണ്ടെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. അതുപോലെ എസ്റ്റാബ്ലിഷ് റെക്കമെൻഡഡ് വർക്ക് പ്രാക്ടീസ്. എന്താ വർക്ക് പ്രാക്ടീസ്? എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ABC പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല. ആന്റി ബർത്ത് കൺട്രോൾ പ്രോഗ്രാം, അതായത് തെരുവ് നായ്ക്കളെ കൊണ്ടുപോയതിനു ശേഷം വന്ധ്യംകരിച്ചിട്ട് തിരിച്ച് അവരുടെ വാസസ്ഥലത്ത് കൊണ്ടുവിടുന്ന പ്രോഗ്രാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം തെരുവ് നായ ഇപ്പോൾ കൊല്ലാൻ പറ്റത്തില്ല അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവയുടെ പ്രജനനത്തെ തടയാൻ വേണ്ടിയിട്ട് അവയുടെ വന്ധ്യംകരണം അല്ലെങ്കിൽ വന്ധീകരിച്ചതിന് ശേഷം അവയെ അവരുടെ വാസസ്ഥലങ്ങളെ കൊണ്ട് തിരിച്ചുവിടും. അങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അവ എന്താണ്? റെക്കമെൻഡ് വർക്ക് പ്രാക്ടീസ് ആണ് ഒന്ന്. രണ്ടെന്താണ്? കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ പ്രോഗ്രാം. അതുപോലെ ഡിറ്റർമൈനിങ് ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് അല്ലേ, അതാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി, ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ക്രൈറ്റീരിയാസ് എന്ത് ചെയ്യുക? തീരുമാനിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു പോളിസി നടപ്പിലാക്കി എടുക്കാൻ പറ്റും അല്ലേ. നോക്കാം, 6 ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ റെസ്പോൺസ് ആൻഡ് റിക്കവറി സ്ട്രാറ്റജീസ്. റെസ്പോൺസ് ആൻഡ് റിക്കവറി സ്ട്രാറ്റജീസിന് ആവശ്യമുള്ള 6 സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. നോക്കാം, എന്താണ്? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അതായത് ഒരു പ്രശ്നം വന്നു, അവയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് റെസ്പോൺസും കൊടുക്കണം. അതുപോലെ അവയിൽ നിന്നും ഈ പറഞ്ഞ അഫക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സെക്ടറുകൾ ആവശ്യമാണ്? പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ സെക്ടർ ആവശ്യമാണ്. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല, കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലേ. കാരണം നമുക്ക് ടവറുകളൊക്കെ ഒന്ന് നശിച്ചു പോയാലും വേറെ ടവർക്ക് ഒരു പക്ഷേ ഉണ്ടാവാം. മാത്രമല്ല നമുക്ക് മറ്റുള്ള പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. റേഡിയോ പോലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. റേഡിയോ ഒക്കെ ആണെന്ന് ടവറിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഓക്കെ, അതുപോലെ ലാൻഡ് ലൈൻ ഫെസിലിറ്റി ചിലപ്പോൾ നശിച്ചു പോകാം. എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സെക്ടർ വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഹെൽത്ത് സെക്ടർ നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടി? ആ റെസ്പോൺസ് ആൻഡ് റിക്കവറി സ്ട്രാറ്റജിക്ക് ഹെൽത്ത് സെക്ടർ ആവശ്യമാണ്. അത് സോഷ്യൽ വെൽഫെയർ അല്ലെ, സാമൂഹ്യ സുരക്ഷാ സെക്ടർ ആവശ്യമാണ്. അതുപോലെ പോലീസിന്റെ സെക്ടർ ആവശ്യമാണ്. അതുപോലെ സെക്യൂരിറ്റി, സെർച്ച് ആൻഡ് റെസ്ക്യൂ വളരെ ഇമ്പോർട്ടന്റ്. ഈ ഒരു സെക്ടറിൽ നമ്മളെ ഫയർഫോഴ്സ് മാത്രമല്ല ഇഷ്ടം പോലെ ടീമുകൾ ഉണ്ടല്ലേ. നേവി വരെ കഴിഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിൽ വന്നിട്ടുണ്ട്. നേവി ഹെലികോപ്റ്റർ കൊണ്ടുവന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊരു സെക്ടറാണ്. അതുപോലെ ട്രാൻസ്പോർട്ട് സെക്ടർ. ഇങ്ങനെ 6 സെക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റെസ്പോൺസ് ആൻഡ് റിക്കവറി സ്ട്രാറ്റജി കൃത്യമായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ് മക്കളെ? ഒന്ന് ഉറച്ചു പറഞ്ഞേടാ, നിങ്ങളൊന്ന് പറഞ്ഞേടാ. കമ്മ്യൂണിക്കേഷൻ വേണം അല്ലേ, ഫോൺ വിളിക്കണം, അസുഖം വന്നാൽ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫ്ലഡ് ഇങ്ങനെ സങ്കല്പിക്കുക, നിങ്ങൾ ഫ്ലഡിലായി, നിങ്ങൾ ഒരു വീട്ടിലകപ്പെട്ടു, ആദ്യം വിളിച്ചു പറയാൻ ഫോൺ എടുക്കണം അല്ലേ. ഒരാളെ മുങ്ങി, അയാളെ എടുത്തിട്ട് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി പെട്ടെന്ന് ചികിത്സിക്കാൻ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ ആരെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണം. രണ്ടാമത്തെ സെക്ടർ. മൂന്നാമത്തെ സെക്ടർ സോഷ്യൽ വെൽഫെയർ. നമ്മളൊരു ക്യാമ്പിൽ പോയപ്പോൾ അവിടെ ആഹാര പദാർത്ഥങ്ങളില്ല. അപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ എത്തിക്കാൻ വേണ്ടി സോഷ്യൽ വെൽഫെയർ സെക്ടർ വേണം അല്ലേ. അതുപോലെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സഹായിക്കാൻ പോലീസ് വരും അല്ലേ ആ സമയത്ത്. അതുപോലെ നമ്മുടെ ഒരു വീട് നഷ്ടപ്പെട്ടു, വീട് കാണാനില്ല, മണ്ണിടിഞ്ഞിട്ട് വീട് ഇതായിപ്പോയി, ആ സമയത്ത് സെക്യൂരിറ്റി, സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് വേണ്ടി വേറൊരു സെക്ടർ വരണം. ഈ പറഞ്ഞ ആളിനെ അവിടെ വെച്ച് രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മുടെ 2018 സിനിമ നിങ്ങൾ ഓർത്താൽ മതി. അവസാനം ട്രാൻസ്പോർട്ട് ഏത് വഴിയടാ? ഹെലികോപ്റ്റർ വഴി ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുമല്ലേ. ഈ കാര്യം ഓർത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള 6 സെക്ടർ പഠിക്കാൻ വേണ്ടി ഈ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ പോളിസി ഡെവലപ്മെന്റ് അവിടെ കഴിയണം മക്കളെ.
അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസീസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസിയിൽ നമ്മൾ എടുക്കേണ്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റൻ ഈ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്. ഫ്ലഡിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു കഴിഞ്ഞ ചോദ്യം. ഇനി ഫ്ലഡിന് മുൻപേ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഏത് കാര്യം നമുക്ക് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള എമർജൻസി നമ്മുടെ കവർ ചെയ്തുകൊണ്ട് ഈ ക്ലാസ് അവസാനിക്കുന്നത്. ഒരു മാർക്ക് ഉറപ്പിക്കാം കേട്ടോ. അതുകൊണ്ട് വിട്ടുകളയല്ലേ മക്കളെ കേട്ടോ. വളരെ കൃത്യമായിട്ട് കേട്ടിരുന്നാൽ മതി. ശ്രദ്ധിക്കാം, നമുക്ക് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓവറാൾ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ തന്നെയാണ് അവിടെയെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം. നോക്കാം. ഇൻ അഡീഷൻ ടു കൺസിഡറിങ് ആക്ഷൻ ബൈ റെസ്ക്യൂറുടെ ആക്ഷൻ അതിനുപരിയായിട്ട് തോട്ട് മസ്റ്റ് ബി ഗിവൺ ടു പേഴ്സണൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസീസ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് അല്ലേ. അപ്പോൾ അതിനകത്ത് ഏതൊരു എമർജൻസി ആണെന്നുണ്ടെങ്കിലും നമ്മളെടുക്കുന്ന അല്ലേ, നമ്മളാണ് വ്യക്തി, നമ്മളാണ് അനുഭവിക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കേണ്ടുന്ന ചില മുൻകരുതലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കുറച്ച് എളുപ്പമാക്കാൻ പറ്റും. മേക്കിംഗ് പീപ്പിൾ അവെയർ ഓഫ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം ഇൻ കേസ് ഓഫ് എമർജൻസീസ് ക്യാൻ മേക്ക് ലാർജ് ഡിഫറൻസ് ടു ദ ഓർഗനൈസ്ഡ് മാനേജ്മെന്റ് എഫേർട്സ് അല്ലേ. പിന്നെ വരാൻ പോകുന്ന ഓർഗനൈസ്ഡ് മാനേജ്മെന്റ് എഫേർട്സിന് കാര്യങ്ങൾ കുറച്ചും കൂടി ലളിതമാക്കാൻ, ഈസി ആക്കാൻ വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. നോക്കാം. എ നമ്പർ ഓഫ് മെഷേഴ്സ് മസ്റ്റ് ബി ഒബ്സർവ്ഡ് ബൈ ഓൾ പേഴ്സൺസ് ഇൻ ആൾ ടൈപ്പ് ഓഫ് എമർജൻസീസ്. ഏത് എമർജൻസി വന്നു കഴിഞ്ഞാലും ഏതൊരു വ്യക്തിയും പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഡു നോട്ട് യൂസ് ദ ടെലിഫോൺ എക്സെപ്റ്റ് ടു കോൾ ഫോർ ഹെൽപ്പ്. സഹായത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി അല്ലാതെ വേറൊരു ആവശ്യത്തിനും ടെലിഫോൺ ഉപയോഗിക്കാതിരിക്കുക. എന്തിനാണ്? സോ ആസ് ടു ലീവ് ടെലിഫോൺ ലൈൻസ് ഫ്രീ ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് റെസ്പോൺസ്. കണ്ടോ, എന്താണ്, നമ്മുടെ സഹായം തിരിച്ചു വരാനോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻ തരാനോ വേണ്ടി മാത്രം ആ ഒരു ലൈൻ ഫ്രീ ആക്കി വയ്ക്കുക. നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ സുഖമാണോ എന്ന് ഈ ഒരു സമയത്ത് വിളിച്ച് അന്വേഷിക്കാതെ ഇരിക്കുക. ഒന്ന്, ഫോൺ എന്താണ്? ഡു നോട്ട് യൂസ് ടെലിഫോൺ എക്സെപ്റ്റ് ടു കാൾ ഫോർ ഹെൽപ്പ്. നമ്പർ 1 എല്ലാവരും കേട്ടിരിക്കുക. അതുപോലെ ലിസൺ ടു ദ മെസ്സേജസ് ബ്രോഡ്കാസ്റ്റ് ബൈ റേഡിയോ ആൻഡ് വേരിയസ് മീഡിയ സോ ആസ് ടു ബി ഇൻഫോംഡ് ഓഫ് ഡെവലപ്മെന്റ്. ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് റേഡിയോ TV അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ലിസൺ ചെയ്യുക അല്ലെങ്കിൽ കാണുക. മൂന്നാമത്തെ കാര്യം ക്യാരി ഔട്ട് ദ ഒഫീഷ്യൽ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഓവർ ദ റേഡിയോ ഓർ ബൈ ദ ലൗഡ് സ്പീക്കർ വഴിയോ റേഡിയോ വഴിയോ തരുന്ന ഇൻസ്ട്രക്ഷൻസ് പാലിക്കുക അല്ലേ. അതായത് നമ്മുടെ 18-ലെ ഫ്ലഡ് വന്ന സമയത്ത് ആദ്യം കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? നിങ്ങൾ മുകളിലത്തെ നിലയിലോട്ട് കയറാൻ പറ്റുന്നവർ കയറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഫുഡും അതുപോലെ സാധനങ്ങളെല്ലാം പറക്കിയെടുത്തുന്ന ആൾക്കാർ താഴത്തെ നില മൊത്തം മുങ്ങിയപ്പോൾ മുകളിലത്തെ നിലയിലോട്ട് കയറി. അത് കഴിഞ്ഞ് പിന്നെയും ഫ്ലഡ് നീണ്ടു നിന്നു അല്ലേ. ഫ്ലഡ് നീണ്ടു നിന്ന സമയത്ത് അവരുടെ കുറേ പേര് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇവാക്യുവേറ്റ് ചെയ്യാൻ പലരും വിസമ്മതിച്ചു അല്ലേ. ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത സമയത്ത് ഒരുപാട് പേര് വിസമ്മതിച്ചിട്ട് പിന്നെ അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ ഒരു പാനിക് സിറ്റുവേഷൻ എല്ലാം വന്നത് അല്ലേ. പാനിക്കായി ആളിനെ കാണാനില്ല, ആളിനെ വിവരമില്ല അല്ലേ. നമ്മൾ ആ സിനിമ 2018 സിനിമ കണ്ടു കഴിഞ്ഞാൽ അത്രയാണ് സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒന്ന്, നമുക്ക് എന്താണ് റേഡിയോ വഴിയോ ലൗഡ് സ്പീക്കറോ വഴി തരുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കുക. ഒന്നെന്താണ്? ആദ്യം ഫോണ് നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. എന്താണ്? റേഡിയോ കേട്ടുകൊണ്ടിരിക്കുക. 3, നമുക്ക് ലൗഡ് സ്പീക്കർ വഴിയോ റേഡിയോ വഴി തന്നെ നിർദ്ദേശം കൃത്യമായിട്ട് പാലിക്കുക. 4, കീപ്പ് എ ഫാമിലി എമർജൻസി കിറ്റ് റെഡി അല്ലേ. ഫാമിലി എമർജൻസി കിറ്റ് എന്ന് പറയുന്നത് ടോർച്ച് വരും അല്ലേ. അതുപോലെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും, ടോർച്ച്, മെഴുകുതിരി, ടൈം പീസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പവർ ബാങ്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ചേർത്ത് എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുക അല്ലേ. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. എന്താണ്? ഒന്ന്, ഫോണ് അത്യാവശ്യത്തിനല്ലാതെ ഹെൽപ്പിന് വേണ്ടി വിളിക്കാൻ വേണ്ടി അല്ലാതെ ഉപയോഗിക്കരുത്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ബ്രോഡ്കാസ്റ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ ബ്രോഡ്കാസ്റ്റ് വഴിയോ ലൗഡ് സ്പീക്കർ വഴി തരുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കുക. അതുപോലെ ഫാമിലി എമർജൻസി കിറ്റ് റെഡിയാക്കി വയ്ക്കുക. ഇനി നോക്കാം. ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് അല്ലേ, ഏത് എമർജൻസി ആവട്ടെ, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ബി പ്രിപ്പയർഡ് ദാൻ ടു ഗെറ്റ് ഹർട്ട് അല്ലേ. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക, അല്ലാതെ ചെന്ന് നെഞ്ചും വിരിച്ച് നേരിടുന്നേക്കാൾ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. 2, ടു ഗെറ്റ് ഇൻഫർമേഷൻ സോ ആസ് ടു ഗെറ്റ് ഓർഗനൈസ്ഡ് അല്ലേ. എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻ നമ്മൾ നേടണം അല്ലേ. ഇൻഫർമേഷൻ ഈ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം. ഓർഗനൈസ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ടു വെയിറ്റ് റാദർ ദാൻ ആക്ട് ടു ഹാസ്റ്റ്ലി. ചില സമയങ്ങളിൽ അല്ലേ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനിച്ച് പ്രവർത്തിക്കുന്നതിന് മുന്നേ കുറച്ച് വെയിറ്റ് ചെയ്യണം. ആവശ്യത്തിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, എല്ലാ ടൈപ്പ് ഓഫ് ഡിസാസ്റ്ററിലും ഇതാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഓൾ ദീസ് 3 പോയിന്റ്സ്. എന്താണ്?
ടു ബി പ്രിപ്പയർഡ് ദാൻ ടു ഗെറ്റ് ഹർട്ട്. നെഞ്ചും പിരിച്ച് ഇന്ന് കൊടുക്കാതെ നമ്മൾ അപകടത്തെ നേരിടാൻ തയ്യാറാവുക. 2 എന്താണ്, ഗെറ്റ് ഇൻഫർമേഷൻ ഫാസ്റ്റ് ഗെറ്റ് ഓർഗനൈസ്ഡ്. നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി, കൂടിച്ചേരാൻ വേണ്ടി നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് സ്വീകരിക്കുക. അതുപോലെ എന്താണ്, ടു വെയിറ്റ് റാദർ ദാൻ ആക്ട് ടു ഹാസ്ലി. പെട്ടെന്ന് എടുത്തിയാടി തീരുമാനം എടുത്തൊരു കാര്യങ്ങൾ ചെയ്യാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കാം. എന്താണ് ഫ്ലഡ്? ആദ്യം ഫ്ലഡ് അല്ലേ. ഫ്ലഡ് ഞാൻ ഒന്നും പറഞ്ഞേണ്ട കാര്യമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാം. ഒന്ന് റീകളക്ട് ചെയ്ത് റീഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മതി. വൈൽ ടൗൺ പ്ലാനിങ്ങിന് തൊട്ട് തുടങ്ങണം എന്നുള്ളതാണ്. ടൗൺ പ്ലാനിങ്ങിൽ നമ്മൾ നേരിട്ടുള്ള പല അപാകതകളും കഴിഞ്ഞ ഫ്ലഡിൽ നമ്മൾ നേരിട്ട് കണ്ടാണ് അല്ലേ. വൈൽ ടൗൺ പ്ലാനിങ് ഇസ് എ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി. എന്താണ്, ഇൻഡിവിജ്വൽ ഷുഡ് ഫൈൻഡ് ഔട്ട് അബൌട്ട് റിസ്ക് ഇൻ ദ ഏരിയ വെയർ ദേ ലിവ്. ടൗൺ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, അവിടെ താമസിക്കുന്നത് കൊണ്ട് ഉണ്ടായേക്കാവുന്ന റിസ്കുകളെ കുറിച്ച് അവർ അവെയർ ആയിരിക്കണം. ഈ സ്ഥലത്ത് ഇത്ര മില്ലിമീറ്റർ മഴ പെയ്താൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ടൗൺ പ്ലാനിങ്ങിന്റെ സമയത്തെ ആൾക്കാരെ അറിയിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ഹൂ ലിവ് ഇൻ ഏരിയാസ് ഡൗൺ സ്ട്രീം ഫ്രം എ ഡാം ഷുഡ് നോ ദ സ്പെഷ്യൽ സിഗ്നൽ സച്ച് ആസ് ഫോഗോൺസ് അല്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ്, അപ്പോൾ ഡാമിൻ്റെ താഴെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരുപക്ഷെ ഡാം തകരാൻ പോകുന്നു, അല്ലെങ്കിൽ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഡാമിൻ്റെ വെള്ളം തുറക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം അറിയിക്കുന്നതിന് വേണ്ടി പ്രത്യേക സിഗ്നലുകൾ ഉണ്ടല്ലേ. അതിനെക്കുറിച്ചുള്ള അവയർനെസ് അവിടെ ഒരുത്തൻ വീട് കെട്ടുകയാണെങ്കിൽ അവന് കൊടുത്തിരിക്കണം. അത് ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. എന്താണ്, പീപ്പിൾ ഹൂ ലിവ് ഇൻ ഏരിയാസ് ഡൗൺ സ്ട്രീം ഫ്രം എ ഡാം ഷുഡ് നോ ദ സ്പെഷ്യൽ സിഗ്നൽസ്. എന്തൊക്കെയാണ്, ഫോഗോൺസ് പോലെ യൂസ്ഡ് വെൻ എ ഡാം ത്രെറ്റൻസ് ടു ബ്രേക്ക് അല്ലേ. ഓക്കെ, യൂസ്ഡ് വെൻ എ ഡാം ത്രെറ്റൻസ് ടു ബ്രേക്ക് അല്ലെ. ഒരു ഡാം പൊട്ടാൻ പോകുമ്പോൾ കൊടുക്കുന്ന ഹോണിനെ കുറിച്ച്, അലാറത്തെക്കുറിച്ച് അവൻ ബോധവാനായിരിക്കണം. ഓക്കെ, അതുപോലെ സ്മാൾ ഫ്ലഡ്സ് ക്യാൻ ബി ഫോർസീൻ ബൈ വാച്ചിങ് ദ വാട്ടർ ലെവൽ ആഫ്റ്റർ ഹെവി റെയിൻസ് ആൻഡ് റെഗുലർലി ലിസണിങ് ടു ദ വെതർ ഫോർകാസ്റ്റ്. അതായത് അതുപോലെ ചെറിയ ഫ്ലഡെല്ലാം നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റണം. വെള്ളം പെയ്യുന്നുണ്ട്, വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട്, ഇത് നമുക്ക് മുൻകൂട്ടി കാണാൻ നമുക്ക് പറ്റണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോർകാസ്റ്റ് എന്താണ്, നമ്മുടെ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്, ഈ സാധനം നമ്മൾ കേൾക്കണം അല്ലേ. അതുപോലെ TV കാണണം, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്ലഡ്സ് ഓർ ടൈഡൽ വേവ്സ് ഈസ് വെരി ഡിഫിക്കൾട്ട് ബട്ട് hurricanes and cyclones often occur at the same time of year. They are often announced several hours or days before they arrive. മിക്കവാറും നമുക്ക് എന്താണ്, ടൈഡൽ വേവ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലഡോ ഒന്നും നമുക്ക് പെട്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. എന്താണ്, വലിയ തിരമാലകൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഫ്ലഡും നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ സൈക്ലോണും ഹറിക്കെയിനൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മിക്കവാറും ഇവയെല്ലാം രൂപം കൊള്ളുന്നത് എവിടെയായിരിക്കും, ന്യൂനമർദ്ദം മൂലമൊക്കെ ആയിരിക്കും. അറബിക്കടലിലോ നമുക്കാണെങ്കിൽ ബംഗാൾ കടലിലൊക്കെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദമായിരിക്കും. ഇതെല്ലാം കൃത്യമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റ് വഴി നിങ്ങൾ ആദ്യം ഒരു കണ്ടില്ലേടാ, ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ കറങ്ങുന്ന കണ്ടില്ലേ. ഇത് നേരത്തെ അറിയാൻ പറ്റും. ഇത് എത്ര ദൂരത്തിൽ സഞ്ചരിക്കുന്നു, എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു, എത്ര വേഗതയുള്ള കാറ്റാൻ അടിക്കാൻ സാധ്യതയുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചിലപ്പോൾ ദിവസങ്ങൾ മുന്നേ തന്നെ അറിയാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ വാട്ട് ടു ഡു ബിഫോർ ഹാൻഡ് എന്നാണ് നോക്കാൻ പോകുന്നത്. വാട്ട് ടു ഡു ബിഫോർ ഹാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലഡിനെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്ലഡ് വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെടുത്തി. ഇനി ഡ്യൂറിങ് എ ഫ്ലഡ് നമുക്ക് എന്തൊക്കെ ചെയ്യണം നോക്കാം. വെള്ളം പൊങ്ങി എന്താ, ടേൺ ഓഫ് ദ ഇലക്ട്രിസിറ്റി ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇലക്ട്രലക്ഷൻ അല്ലേ. ഇലക്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ടേൺ ഓഫ് ചെയ്യുക. എന്താണ്, ഇലക്ട്രിസിറ്റി ആദ്യം കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. കറണ്ട് കളയുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെയൊക്കെ അടുത്തടുത്ത് ഇലക്ട്രിക് പോസ്റ്റിലാവുകൊണ്ട് ഒരെണ്ണം ഒടിഞ്ഞു വീണാൽ മതി, അടുത്ത് നിൽക്കുന്ന കറണ്ട് അടിച്ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടേൺ ഓഫ് ഇലക്ട്രിസിറ്റി ഡ്യൂറിങ് ഫ്ലഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക അല്ലേ. വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് കണ്ടക്ടറാണ്, നമുക്കറിയാലോ. അതുപോലെ പ്രൊട്ടക്ട് പീപ്പിൾ ആൻഡ് പ്രോപ്പർട്ടി അല്ലേ. നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. എന്താണ്, ജീവനും സ്വത്തും സംരക്ഷിക്കുക. ആസ് സൂൺ ആസ് ദ ഫ്ലഡ് ബിഗിൻസ് ടേക്ക് എനി വൾണറബിൾ പീപ്പിൾ. ഉദാഹരണം ആരൊക്കെയാണ്, ചിൽഡ്രൻ, ഓൾഡ്, സിക്ക് ആൻഡ് ദ ഡിസേബിൾഡ്. അവരാണ് വൾണറബിൾ പീപ്പിൾ എന്ന് വിളിക്കുക. ഫ്ലഡ് തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളെയും വയസ്സായവരെയും അതുപോലെ സുഖമില്ലാത്തവരെയും എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള വികലാംഗത്വമുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയും മാക്സിമം അപ്പർ ഫ്ലോറിലേക്ക് മാറ്റുക. വെനെവർ പോസിബിൾ മൂവ് പേഴ്സണൽ ബിലോങ്ങിങ്സ് അപ്സ്റ്റേഴ്സ് ഓർ ടു ഗോ റേസ്ഡ് ഷെൽട്ടേഴ്സ് പ്രൊവൈഡ് ഫോർ യൂസ് ഇൻ ഫ്ലഡ്സ് അല്ലേ. ഫ്ലഡിൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ആദ്യം ആൾക്കാരെ മുകളിലേക്ക് എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും സാധനങ്ങളും ആദ്യം ആളിനെ സംരക്ഷിക്കുക, പിന്നെ സാധനം സംരക്ഷിക്കുക. ഇതാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റുക. ഇനി ബിവെയർ ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ ഇഫ് ദ ടേസ്റ്റ്, കളർ ഓർ സ്മെൽ ഓഫ് ദ വാട്ടർ ഈസ് സസ്പീഷ്യസ് ഇറ്റ് ഈസ് വൈറ്റൽ ടു യൂസ് സം മീൻസ് ഓഫ് പ്യൂരിഫിക്കേഷൻ അല്ലേ. നമ്മൾ എപ്പോഴും വാട്ടർ കണ്ടാമിനേഷന് നമ്മൾ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ നോക്കി കാണണം അല്ലേ. വാട്ടർ കണ്ടാമിനേഷൻ എന്താണ്, ബിവെയർ ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ, ബിവെയർ ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ അല്ലേ. ബിവെയർ ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ അതായത് നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളത്തിൻ്റെ ടേസ്റ്റോ കളറോ സ്മെല്ലിലോ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇത് അതുപോട്ടെ അങ്ങനെ കളയുക.
ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം എന്തെങ്കിലും പ്യൂരിഫിക്കേഷൻ മെഷേഴ്സ് ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധജലം കിട്ടിയിട്ട് കുടിക്കുക. ഓക്കെ, അതുപോലെ ഇവാക്യുവേറ്റ് ഡേഞ്ചർ സോൺസ് ആസ് ഓർഡർഡ് ബൈ ദ ലോക്കൽ അതോറിറ്റീസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കംപ്ലൈ സ്ട്രിക്ട്ലി വിത്ത് ദ ഇവാക്യുവേറ്റിംഗ് അഡ്വൈസ് ഗിവൻ. അല്ലേ, ഇത്രയേ ഉള്ളൂ. ഡേഞ്ചർ സോൺസ് എന്ത് ചെയ്യുക, ഇവാക്യുവേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ വെച്ച പുതിയ വീടാണ് തമ്പുരാനെ, ഞാൻ എങ്ങോട്ടും വരത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്നാൽ എന്താ അവസ്ഥ? എന്താണ് അവസ്ഥ സംഭവിക്കുന്നത്? മൊത്തം അടിച്ചു പോകാൻ സാധ്യതയുണ്ടല്ലേ, നമ്മളടക്കം മരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? ഡേഞ്ചർ സോൺ ആണെന്ന് അതോറിറ്റീസ് നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകണം. അല്ലേ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവാക്യുവേഷൻ അഡ്വൈസ് കൊടുത്ത സമയത്ത് പണ്ട് നമുക്ക് പലരും പാലിച്ചില്ല, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ് ഫ്ലഡിൽ. അല്ലേ, അതുപോലെ അതോറിറ്റീസ് വിൽ റെക്കമെൻഡ് ദാറ്റ് ഫാമിലീസ് ടേക്ക് വിത്ത് ദം ദ എമർജൻസി സപ്ലൈസ് ദേ ഹാവ് പ്രിപ്പയർഡ്. അല്ലേ, അതേപോലെ അതോറിറ്റി എന്ത് ചെയ്യും? റെക്കമെൻഡ് ചെയ്യും ഫാമിലി അവർ പ്രിപ്പയർ ചെയ്ത എമർജൻസി സപ്ലൈസ് കൂടെ എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതും കൂടെ എടുത്താൽ അത്രയും എന്തായടാ, അത്രയും നമുക്ക് റിസോഴ്സ് ആയില്ലേ. അപ്പോൾ ഇത്രയും കാര്യം ഡ്യൂറിങ് ദ ഫ്ലഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുകൂടെ നോക്കാം. ആദ്യം ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുക, എന്നിട്ട് ആദ്യം ആൾക്കാരെ സംരക്ഷിക്കുക, എന്നിട്ട് പ്രോപ്പർട്ടി സംരക്ഷിക്കുക. ആദ്യം ഈ പറഞ്ഞ വൾണറബിൾ ആയിട്ടുള്ള ചിൽഡ്രൻ, ഓൾഡ്, സിക്ക്, ഡിസേബിൾഡ് ആൾക്കാരെ മുകളിലോട്ട് കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് സാധനങ്ങൾ എടുത്ത് മുകളിൽ വയ്ക്കുക. അല്ലേ, എന്നിട്ട് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോശമാണെങ്കിൽ ഉപയോഗിക്കരുത്. അല്ലേ, വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ ഡേഞ്ചർ സോൺ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവാക്യുവേറ്റ് ചെയ്യണം. അത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ആഫ്റ്റർ ഫ്ലഡ്, വെള്ളപ്പൊക്കം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ, ആഫ്റ്റർ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടവരോ അനുഭവിച്ചവരോ ഉണ്ടായിരിക്കും, അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയണം. കാര്യം നമ്മളൊക്കെ ആ ഒരു സമയത്ത് 2018 ഓണം ആഘോഷിച്ചത് നമ്മുടെ പാണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാണ്ടനാട് നമ്മുടെ എവിടെയാണ്? ചെങ്ങന്നൂരിലെ പാണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറയാം. ഏകദേശം ഒരു നിലയിൽ കൂടുതലൊക്കെ മുങ്ങി, ഒരു വലിയൊരു ഏരിയ മുങ്ങിക്കിടന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആഫ്റ്റർ ഫ്ലഡ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് NGOs വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറൊരു NGOയുടെയും ഭാഗമായിട്ടല്ല പോയത്, നമ്മുടെ നാട്ടിലെ ക്ലബിൻ്റെ ഭാഗമായിട്ട് പോയി. ഏകദേശം 15ഓളം വീടുകൾ 2 ദിവസം അവിടെ താമസിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ 8 പേര് അടങ്ങുന്ന സംഘം തിരിച്ചു വന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു വീട് ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 മണിക്കൂർ കൊണ്ടൊന്നും തീരത്തില്ല. ഇപ്പം ഇത്രയും പേര് 8-10 പേരുള്ളതുകൊണ്ട് ഒരുവിധം കഴിയും. അപ്പോൾ അത് ഒരു വളരെ ഹെക്റ്റിക്കായ വർക്കാണ്. നോക്കാം. When a flood is over, it is important that people do not return home until told to do so by the local authorities. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അതായത് ലോക്കൽ അതോറിറ്റി പറയാതെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരാൻ പാടില്ല. നമ്മൾ മീൻ വൃത്തിയാക്കുന്ന പോലെയാണ്. മീൻ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും മീൻ 1 പ്രാവശ്യം വൃത്തിയാക്കി, 2 പ്രാവശ്യം വൃത്തിയാക്കി, 3 പ്രാവശ്യം വൃത്തിയാക്കി, പിന്നെ ഒരയ്ക്കും തോറും അഴുക്കളായിക്കൊണ്ടിരിക്കും. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഫ്ലഡ് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് പീപ്പിൾ ഡു നോട്ട് റിട്ടേൺ ഹോം അണ്ടിൽ ടോൾഡ് ടു ഡു സോ ബൈ ദ ലോക്കൽ അതോറിറ്റീസ്. അല്ലേ, എന്താണ്, ലോക്കൽ അതോറിറ്റീസ് പറയാതെ തിരിച്ച് വീട്ടിലേക്ക് വരരുത്. ഹു വിൽ ഹാവ് എൻഷുർഡ് ദാറ്റ് ബിൽഡിംഗ്സ് ഹാവ് നോട്ട് ബീൻ അണ്ടർമൈൻഡ് ബൈ വാട്ടർ. അല്ലേ, വെള്ളം കയറി കഴിഞ്ഞാൽ വീട് അസ്ഥിരപ്പെടാൻ സാധ്യതയുണ്ടല്ലേ, വീടിൻ്റെ ബലം കുറയാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് വീട് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തിരിച്ചു വരാൻ പാടില്ല. ഫ്രം ദെൻ ഓൺ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എന്ത് ചെയ്യണം, എന്താണ്, ഫ്ലഡ് കഴിഞ്ഞാൽ വെയിറ്റ് അണ്ടിൽ ദ വാട്ടർ ഈസ് ഡിക്ലെയർഡ് സേഫ് ബിഫോർ ഡ്രിങ്കിങ് എനി ദാറ്റ് ഈസ് അൺട്രീറ്റഡ് വാട്ടർ. അല്ലേ, ഒന്ന് ക്ലോറിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത വെള്ളം കുടിക്കുന്നത് എപ്പോഴായിരിക്കണം? ഡിക്ലെയർ ചെയ്യണം. ആര്? ലോക്കൽ അതോറിറ്റി പറയണം, ഇവിടെയുള്ള വെള്ളം കുടിക്കാമെന്ന് പറയുന്നവരെ അതുപോലുള്ള വെള്ളം എടുത്ത് കുടിക്കരുത്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ, ശ്രദ്ധിക്കുക. അതുപോലെ ക്ലീൻ ആൻഡ് ഡിസിൻഫെക്റ്റ് എനി റൂം ദാറ്റ് ഹാസ് ബീൻ ഫ്ലഡഡ്. അല്ലെ, എല്ലാ റൂമും നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അതുപോലെ എല്ലാ സാധനവും ക്ലീൻ ചെയ്യണം. കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എലിപ്പനി പകരാൻ സാധ്യതയുള്ള, അല്ലേ, ലെപ്റ്റോസ്പൈറോസ് പകരാൻ സാധ്യതയുള്ള സംഗതിയാണ്. നമ്മളൊക്കെ ഈ ക്ലീനിങ് പ്രവൃത്തിക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് VIP ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ പോയിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ നാട്ടിലെ PHC ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ് PHCയിൽ. അന്ന് മഴയും ഇവിടെയൊക്കെ അസുഖങ്ങളല്ലേ. അപ്പോൾ ഈ PHC ചെന്ന സമയത്ത് നമ്മളെ 8 പേര്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഫ്ലഡിൽ ഇത് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോഴേ നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫസ്റ്റ് ഇത്രയും വെയിറ്റ് ചെയ്ത ആൾക്കാർ അവിടെ നിർത്തിക്കൊണ്ട് നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് ഡോക്സി സൈക്കിളിന് എഴുതി തന്നു. പോയിട്ട് വരാൻ പറഞ്ഞു. ഡോക്ടറൊക്കെ വളരെ സന്തോഷമായിട്ട് നമ്മൾ വിട്ടത്. ഭയങ്കര VIP ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. അത് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഫ്ലഡ് കയറിയ സ്ഥലത്ത് ഈ അനിമലിൻ്റെ യൂറിൻ കയറി അതായത് നമുക്ക് ഈ പറഞ്ഞ എലിയുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂറിൻ കൊണ്ട് കണ്ടാമിനേറ്റ് ആയ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കാലിൽ മുറിവുള്ളത് നമുക്ക് എലിപ്പനി വരും. നമ്മൾ വൺ ട്രീറ്റ്മെൻ്റ് ആണ്, ഡോക്സിയൊക്കെ വെച്ചുള്ള വൺ ട്രീറ്റ്മെൻ്റ് ആണ്. കൃത്യമായി ട്രീറ്റ് ചെയ്യലും മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത്രയും അറിയാമല്ലോ നിങ്ങൾക്ക്, സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് എലിപ്പനി എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലീനിങ് മസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കാം, എന്താണ് ക്ലീൻ ആൻഡ് ഡിസിൻഫെക്റ്റ് എനി റൂം ദാറ്റ് ഹാസ് ബീൻ ഫ്ലഡ് ചെയ്ത് എല്ലാ റൂമും നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം, ഡിസിൻഫെക്റ്റ് ചെയ്യണം. അതുപോലെ സ്റ്റെറിലൈസ് ഓർ വാഷ് വിത്ത് ബോയിലിംഗ് വാട്ടർ ഓൾ ഡിഷസ് ആൻഡ് കിച്ചൺ യൂട്ടൻസിൽസ്. അല്ലേ, എല്ലാ ഡിഷസും കിച്ചൺ യൂട്ടൻസിൽസും എന്ത് ചെയ്യണം, തിളച്ച വെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്യണം. അതുപോലെ ഗെറ്റ് റീഡ് ഓഫ് എനി ഫുഡ് ദാറ്റ് ഹാസ് ബീൻ ഇൻ ഓർ
നിയർ വാട്ടർ അല്ലേ, വെള്ളത്തിൻ്റെ അടുത്തിരുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് പോയ ഏത് ഒരു ഫുഡ് പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. നമ്മൾ ചെന്നിട്ട് ഓരോ വീടൊക്കെ അടുക്കളയൊക്കെ തുറക്കുമ്പോൾ ഒന്ന് വെള്ളം ഒഴുകി വരും. മാത്രമല്ല അതിനകത്ത് ചില പാത്രമൊക്കെ എടുക്കുമ്പോഴത്തേക്കും കരിമീനൊക്കെ ചത്ത് കിടക്കുന്ന കാണാം, കാരണം അത് അതിനകത്ത് പെട്ടുപോയി. അങ്ങനെ അതുപോലെ ചിലപ്പോൾ ഈ 2 ദിവസം കൊണ്ട് പാമ്പിൻ്റെ ശല്യം ഉണ്ടായില്ല, ആ ദിവസങ്ങളിൽ ചെന്നാൽ കറക്റ്റായിട്ട് പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും. നമുക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം വലുതുണ്ടാവില്ല, കാരണം പാമ്പ് എന്ന് പറയുന്നത് ഇഴഞ്ഞ് നീന്തി വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇരിക്കാൻ പറ്റുന്ന അലമാരിക്കകത്ത് കയറി ഇരിക്കും. പിന്നെ ആ വെള്ളം ഇറങ്ങിയപ്പോഴത്തെ പാമ്പിൻ്റെ ശല്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ബാക്കി ഈ പറഞ്ഞ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ്, ഏത് ഫുഡ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ അടുത്തിരുന്നത് വെള്ളത്തിൽ വീണ സാധനം നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കണം. എന്താണ്, വെള്ളം കുടിക്കുന്നത് സേഫ് ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം കുടിക്കുക. അതുപോലെ നമ്മുടെ റൂം കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഡിസിൻഫെക്റ്റ് ചെയ്യുക. അതുപോലെ സ്റ്റെറിലൈസ് ഓർ വാഷ് വിത്ത് ബോയിലിംഗ് വാട്ടറിൽ എന്ത് ഡിഷസും കിച്ചൺ യൂട്ടിൽസും എല്ലാം കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഫുഡിൽ വെള്ളം വീണിട്ടുണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിനടുത്തിരുന്നതായിട്ടുള്ള അരിക്കലോ എല്ലാം നമ്മൾ കളയണം. ആ അരിയിൽ നിന്ന് എടുത്ത് പിന്നെ കഞ്ഞി വയ്ക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലഡ്. കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ഇന്നായിരുന്നു. ഇനി നോക്കാം, സ്റ്റോംസ്, ഹറിക്കെയിൻസ് ആൻഡ് ടൊർണാഡോസ്. കണ്ടോ, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ഇങ്ങനെയുള്ള സംഗതികളാണ്. എല്ലാം കാറ്റാണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് മുന്നേ എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എബോവ് ഓൾ ഇറ്റ് ഈസ് വൈറ്റൽ ദാറ്റ് പീപ്പിൾ ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ കൈൻഡ്സ് ഓഫ് സ്റ്റോം ലൈബിൾ ടു സ്ട്രൈക്ക് ദെയർ റീജിയൻ സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് ഓപ്റ്റിമം പ്രിവെന്റീവ് മെഷേഴ്സ് ആൻഡ് നോക്ക്, അതായത് അവർ കൃത്യമായിട്ടും ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള കാറ്റാണ് വരുന്നത്, എത്ര വേഗതയിലാണ് വരുന്നത്, എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കാം, ചൂസ് എ ഷെൽട്ടർ ഇൻ അഡ്വാൻസ് ബിഫോർ ദ എമർജൻസി ഒക്കേഴ്സ്. എമർജൻസി വരുന്നതിന് മുന്നേ അവർക്കൊരു ഷെൽട്ടർ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് പറന്നു പോകാത്ത അല്ലേ, വലിയ കാറ്റ് തകരാത്ത ഒരു ഷെൽട്ടർ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ അതെന്തായിരിക്കാം, ഒരു സെല്ലാർ ആയിരിക്കാം. സെല്ലാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബേസ്മെന്റ് ഫ്ലോർ അല്ലേ, നമ്മുടെ ഒരു വീട് കെട്ടി നമ്മുടെ സെല്ലാർ എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് റോഡ് അരികിൽ ഇപ്പോൾ ഒരു വീട് കെട്ടി, അപ്പോൾ അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ സെല്ലാർ ഉണ്ടാവും. അപ്പോൾ ആ സെല്ലാർ എന്ന് പറയുമ്പോൾ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുപോലെ ബേസ്മെന്റ് അല്ലേ, ഓരോ ആൽക്കോവ് അല്ലേ, ആൽക്കോവ് ഇതെല്ലാമാണ് ഈ ബേസ്മെന്റോ സെല്ലാറോ ആൽക്കോവൊക്കെയാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം, കാരണം സംഭവം പറന്നു പോകത്തില്ല. അതുപോലെ മിനിമൈസ് ദ എഫക്റ്റ് ഓഫ് ദ സ്റ്റോം. എന്താണ്, സ്റ്റോം അടിച്ചാൽ, കൊടുങ്കാറ്റടിച്ചാൽ അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ എന്തൊക്കെയാ, ഡെഡ് ട്രീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡെഡ് ട്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നശിപ്പിച്ച് കളയുക അല്ലേ. കാറ്റടിച്ചാൽ വീഴാൻ സാധ്യതയുള്ള മരത്തിനെ തള്ളിയിട്ട് കളയുക. പ്രൂൺ ട്രീ ബ്രാഞ്ചസ്, അതായത് ട്രീ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലാണ് ഭയങ്കരമായിട്ട് കാറ്റ് പിടിച്ച് ട്രീ മറിയാനൊക്കെ കാരണമാകുന്നത്. അപ്പോൾ ട്രീ ബ്രാഞ്ചിൽ നിന്ന് കോതി നിർത്തി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ റെഗുലർലി ചെക്ക് ദ സ്റ്റേറ്റ് ഓഫ് റൂഫ്സ്, റൂഫിൻ്റെ സ്റ്റേറ്റ് കൃത്യമായിട്ട് നോക്കുക. നന്നായിട്ട് ഉറപ്പിച്ചില്ലെങ്കിൽ പറന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അതുപോലെ സ്റ്റേറ്റ് ഓഫ് ദ ഗ്രൗണ്ട്, തറയുടെ ലെവൽ നോക്കുക. അതുപോലെ ഡ്രെയിനേജ് അറൗണ്ട് ഹൗസസ് അല്ലേ, ഇത്രയും കാര്യങ്ങൾ എടുക്കുക, ശ്രദ്ധിക്കുക. അതുപോലെ ടേക്ക് മെഷേഴ്സ് അഗൈൻസ്റ്റ് ഫ്ലഡിങ്, പ്രിപ്പയർ എ ഫാമിലി എമർജൻസി കിറ്റ്. അപ്പോൾ ഈ പറഞ്ഞ കൊടുങ്കാറ്റിനോടൊപ്പം വലിയ മഴയും ഫ്ലഡും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാമിലി എമർജൻസി കിറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ സ്റ്റോംസിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ ആദ്യം നമ്മളെല്ലാം പറഞ്ഞു അല്ലേ. ഇത് ഇവിടെ ഷെൽട്ടർ ആണ് നോക്കേണ്ടത്. എന്താണ്, സെല്ലാർ അല്ലെങ്കിൽ ബേസ്മെന്റ് ഓർ അൽക്കോവ് അല്ലേ. ഈ 3 കാര്യങ്ങൾ നമുക്ക് എന്താ, സ്റ്റോം, ഹറിക്കെയിൻ അല്ലെങ്കിൽ ടൊർണാഡോസ് നമുക്ക് സെലക്ട് ചെയ്യാം, ഷെൽട്ടറായിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ മരങ്ങൾ ശ്രദ്ധിക്കുക, പ്രൂൺ ചെയ്ത് നിർത്തുക. അതുപോലെ മരിച്ചുപോയ ചത്തുപോയ ട്രീ ആണെങ്കിൽ അത് നശിപ്പിച്ച് കളയുക. അതുപോലെ റൂഫ് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ എന്താണ്, ഫ്ലഡ് വരുമെങ്കിൽ അതിനെതിരെ നമ്മൾ ഫ്ലഡ് വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ എന്താണ്, ഫാമിലി എമർജൻസി ചെയ്യുക. ഓക്കെ, ഇനി എമർജൻസി വന്നു, എന്താ സംഭവിക്കുക, എമർജൻസി അങ്ങനെ ചുറ്റി അടിച്ചു, കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, വന്നു ചേർന്നു. ലിസൺ ടു ദ ഇൻഫർമേഷൻ ആൻഡ് അഡ്വൈസ് പ്രൊവൈഡഡ് ബൈ ദ അതോറിറ്റീസ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഇൻഫർമേഷൻ കേൾക്കണം, നമ്മളത് അനുസരിക്കണം. ഡു നോട്ട് ഗോ ഔട്ട് ഇൻ എ കാർ ഓർ ബോട്ട് ഓൺസ് ദ സ്റ്റോം ഹാസ് ബീൻ അനൗൺസ്ഡ്. കാറിൽ പുറത്തു പോകാൻ പാടില്ല, കാരണം ചിലപ്പോൾ കാർ ഇതിൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അതുപോലെ ബോട്ടിലൊരു കാരണവശാലും പോകാൻ പാടില്ല, അതും ഇതുപോലെ മറിയാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവാക്യുവേറ്റ് ഹൗസസ് വിത്ത് അതോറിറ്റീസ് റിക്വസ്റ്റ് ദിസ്, ടേക്കിംഗ് ഫാമിലി എമർജൻസി പാക്കേജ് അല്ലേ. അതായത് വീട് വിട്ടു പോകാൻ പറഞ്ഞാൽ വീട് വിട്ടു പോകണം, ഫാമിലി പാക്കേജ് എടുത്തുകൊണ്ട് നമ്മൾ വീട് വിട്ടു പോകണം. അതുപോലെ ഇഫ് പോസിബിൾ ടൈ ഡൗൺ എനി ഓബ്ജക്ട് ലയബിൾ ടു ബി ബ്ലോൺ എവേ ബൈ വിൻഡ്. അതായത് പറത്തിക്കൊണ്ട് പോകാൻ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു കയറിട്ട് ഉറപ്പിച്ച് കെട്ടിയിടുക. അതുപോലെ ഇഫ് കോട്ട് ഔട്ട്സൈഡ് ഇൻ എ സ്റ്റോം, നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴാണ് സ്റ്റോം വരുന്നത്, ടേക്ക് റെഫ്യൂജ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ ഇൻ എ ഷെൽട്ടർ. ഇഫ് ദർ ഈസ് നോ ഷെൽട്ടർ ലൈ ഡൗൺ ഫ്ലാറ്റ് ഇൻ എ ഡിച്ച്. ഓക്കെ,
ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കാടാ. എന്താണ് നമ്മൾ പുറത്ത് നിന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്റ്റോമിൽ നമ്മൾ അകപ്പെട്ട് എന്താണ് പെട്ടെന്ന് നമ്മൾ ഷെൽട്ടർ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക. ഷെൽട്ടർ അല്ലെങ്കിൽ നമ്മൾ അടിച്ചു മറിച്ചിടും കാറ്റ്, മനസ്സിലായില്ലേ? നമ്മൾ നിന്നാലേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും പറ്റിയില്ലെങ്കിൽ തറയിൽ കിടക്കുക. ഇനി തണ്ടർ സ്റ്റോം വരാണ്. ഇതിൻ്റെ കൂടെ തണ്ടർ സ്റ്റോം വരാൻ സാധ്യതയുണ്ട്. തണ്ടർ സ്റ്റോം എന്ന് പറഞ്ഞാൽ ഇടിമിന്നലോട് കൂടിയ മഴയല്ലേ? യെസ്, തണ്ടർ സ്റ്റോം കീപ്പ് അവേ ഫ്രം ഡോസ്. തണ്ടർ സ്റ്റോം വരാണെങ്കിൽ ഒരു കാരണവശാലും വാതിലിൻ്റെ അടുത്തോ ജനലിൻ്റെ അടുത്തോ പോയി നിൽക്കരുത്. അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. അൺപ്ലഗ് ഇലക്ട്രിക് അപ്ലയൻസ് ആൻഡ് ടെലിവിഷൻ ഏരിയാസ്, അല്ലേ? ഈ ടെലിവിഷൻ്റെ ഏരിയലുകളും അതുപോലെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് എല്ലാം നമ്മൾ ഓഫ് ചെയ്തിടുക ഇടിവെട്ടലുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ ഡു നോട്ട് യൂസ് എനി ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഓർ ദ ടെലിഫോൺ. എനിവൺ ഹൂ ഈസ് ഔട്ട്സൈഡ് ഷുഡ് ലുക്ക് ഫോർ എ ഷെൽട്ടർ ഇൻ എ ബിൽഡിംഗ്, നെവർ അണ്ടർ എ ട്രീ. ശ്രദ്ധിക്കുക. തണ്ടർസ്റ്റോം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു കാരണവശാലും വാതിലിൻ്റെ അടുത്ത് പോകരുത്, ജനലിൻ്റെ അടുത്ത് പോകരുത്, നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടറിൻ്റെ അടുത്ത് പോകരുത്. അതുപോലെ ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം ഊരിയിടണം, അല്ലേ? അതുപോലെ നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഷെൽട്ടർ നോക്കണം. ഒരിക്കലും ഒരു മരത്തിനടിയിൽ പോയി അഭയം തേടാൻ വേണ്ടി ശ്രമിക്കരുത്. മരമൊക്കെ ഒടിഞ്ഞ് മണ്ടേ കൂടെ വീഴും, ഊപ്പാട് വരും. ഓക്കെ. അതുപോലെ ഇഫ് ഔട്ട് ഇൻ എ ബോട്ട് ഗെറ്റ് ബാക്ക് ടു ദ ഷോർ. വെള്ളത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തീരത്തേക്ക് വരിക. കീപ് അവേ ഫ്രം ഫെൻസസ് ആൻഡ് ഇലക്ട്രിക് കേബിൾസ്. ഒരിക്കലും മതിലിൻ്റെ അടുത്തോ ഇലക്ട്രിക് കേബിളിൻ്റെ അടുത്ത് നിൽക്കരുത്. നീൽ ഡൗൺ റാദർ ദാൻ റിമെയിൻ സ്റ്റാൻഡിങ്. മാക്സിമം നിൽക്കുന്നതിനെ കൂടുതൽ മുട്ടിലൊന്ന് ഇരിക്കുകയാണെങ്കിൽ ശ്രമിക്കുക. അപ്പോൾ വീഴാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, കേട്ടോ. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. എന്താ? ലിസൺ ടു ദ ഇൻഫർമേഷൻ ആൻഡ് അഡ്വൈസ് പ്രൊവൈഡ്. നമുക്കറിയാം, ഇൻഫർമേഷൻ ശ്രദ്ധിക്കണം. കാറിലെ ബോട്ടിലെ പുറത്ത് പറന്നു പോവും. അതുപോലെ പുറത്ത് പോകാൻ പറഞ്ഞാൽ വീട് വിട്ട് പോകാൻ വീട് വിട്ട് പോകണം. അതുപോലെ പറന്നു പോകാൻ സാധ്യതയുള്ള എന്തെങ്കിലും കെട്ടിയിടാം നമുക്ക്. അതുപോലെ നമ്മൾ പുറത്തായിപ്പോയി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തുള്ള ഷെൽട്ടർ നമുക്ക് നോക്കാം, അല്ലേ? ഷെൽട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തറയിൽ കിടന്ന് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റും. തണ്ടർ സ്റ്റോം ഇടിവെട്ടും മിന്നലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും ജനലിൻ്റെ വാതിലിൻ്റെ അടുത്ത് പോകരുത്. കറണ്ട് എല്ലാം ഊരിയിടണം, കറണ്ടിൻ്റെ അടുത്ത് പോകരുത്, അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലിവിഷൻ ഏരിയ എല്ലാം ഊരിയിടുക, അല്ലേ? അതുപോലെ എന്താണ് ഇലക്ട്രിക് അപ്ലയൻസ് ഉപയോഗിക്കരുത്, ടെലിഫോൺ ഉപയോഗിക്കരുത്. ഇനി പുറത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ഷെൽട്ടർ നോക്കണം. ഒരിക്കലും മരത്തിനടിയിൽ പോയി നിൽക്കരുത്. അതുപോലെ നമ്മൾ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തീരത്തേക്ക് തിരിച്ചു വരണം. അതുപോലെ ഒരിക്കലും മതിലിൻ്റെ അടുത്ത് പോയോ ഇലക്ട്രിക് കേബിളിൻ്റെ അടുത്ത് പോയോ നിൽക്കരുത്. മാക്സിമം നീൽ ഡൗൺ ചെയ്യുക. അപ്പോൾ എമർജൻസി കഴിഞ്ഞു, കാറ്റടിച്ച് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ആഫ്റ്റർ ദ സ്റ്റോം ഹാസ് സബ്സൈഡഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ അതോറിറ്റീസ്. സ്റ്റോം പോയി എന്ന് ഉറപ്പായി, അപ്പോഴും നമ്മൾ അതോറിറ്റി പറയുന്നത് പോലെ കേൾക്കുക, അല്ലേ? അത് സ്റ്റേ ഇൻഡോസ് ആൻഡ് ഡു നോട്ട് ഗോ ടു ദ സ്ട്രൈക്കൺ ഏരിയാസ്. ഗിവ് ദ അലേർട്ട് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ശ്രദ്ധിക്കുക. അവിടെ കാറ്റടിച്ച് എന്തൊക്കെ പോയി എന്നറിയാൻ വേണ്ടി നമ്മളൊന്ന് ഓടി പുറത്ത് പോയി നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. അകത്ത് തന്നെ നിൽക്കുക. ഇനി ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. മേക്ക് ഷുവർ ദ വാട്ടർ ഈസ് സേഫ് ടു ഡ്രിങ്ക് ആൻഡ് ചെക്ക് ദ കണ്ടന്റ്സ് ഓഫ് ദ റെഫ്രിജറേറ്റർ ഫ്രീസേഴ്സ്, അല്ലേ? ഫ്രീസറും റെഫ്രിജറേറ്റർ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ചെക്ക് ചെയ്യുക. അതിലുള്ള സാധനങ്ങൾ ചീത്തയായി നോക്കുക. ചിലപ്പോൾ ദിവസങ്ങളോളം ഈ പ്രശ്നം ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ വെള്ളം ഓക്കെ ആണോ നോക്കുക. ചെക്ക് ദ എക്സ്റ്റീരിയർ ഓഫ് ഡെല്ലിങ്സ് ആൻഡ് കാൾ ഫോർ അസിസ്റ്റൻസ് ഇഫ് ദർ ഈസ് റിസ്ക് ഓഫ് ഫാളിംഗ് ഒബ്ജക്ട്സ്, ടൈൽസ്, ഗട്ടറിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതായത് നമ്മൾ പുറമേ ഇറങ്ങി നോക്കുക, ജസ്റ്റ് നോക്കുക. എന്തെങ്കിലും ഊരി വീഴാറൊക്കെ ആയി നിൽക്കണമെങ്കിൽ നമ്മൾ ഹെൽപ്പിന് വേണ്ടി വിളിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എമർജൻസിക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമ്മൾ കഴിയുമ്പോഴത്തേക്കും പുറത്ത് പോയി നോക്കാൻ പാടില്ല. എന്തിനാണ്? സ്ട്രൈക്കൺ ഏരിയാസ് നമ്മൾ ചുമ്മാതെ പോയി നോക്കാൻ പാടില്ല. ഒരു ആവശ്യമില്ലാതെ അവിടെ പോയി നോക്കാൻ പാടില്ല. ഇവിടെ അതാണ് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കേട്ടോ. ഒന്ന് ആൾ പറയാതെ, നമ്മുടെ അതോറിറ്റി പറയാതെ പുറത്തിറങ്ങരുത്. അതുപോലെ അകത്ത് തന്നെ ഇരിക്കണം. ഇഞ്ചോടിഞ്ഞ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കേട്ടോ. അതുപോലെ വീട്ടിന് പുറത്തിറങ്ങി നോക്കി എന്തെങ്കിലുമൊക്കെ ഊരി വീഴാറായി കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പിന് വേണ്ടി വിളിക്കണം. ആ സാധനമൊക്കെ ഊരി മാറ്റണം. ഓക്കെ. ഇനി എർത്ത് കേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഭൂചലനം, അല്ലേ? ഭൂകമ്പം എന്നൊക്കെ പറയും. ഭൂകമ്പം അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മയിലൊക്കെ ഭൂകമ്പം ഉണ്ടായെന്നൊക്കെ പറയുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പലരും പറയും അവിടെ ഒരു കുലുക്കം കേട്ടില്ലേ എന്നൊക്കെ പറയും. ചിലർ പറയും ഞാൻ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല, ഇനി കേൾക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എർത്ത് കേക്ക് ഭയങ്കരമായിട്ടുള്ള വലിയ സംഭവമാണ്. എർത്ത് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് ദ ഗ്രൗണ്ട്, അല്ലേ? ഗ്രൗണ്ട് കടന്ന് അടിക്ക് മൂവ് ചെയ്യും. ദ മൂവ്മെന്റ് ഓഫ് ദ ഗ്രൗണ്ട് ഈസ് ഇൻ ആൻ എർത്ത് കേക്ക് ഈസ് റെയർലി ദ ഡയറക്റ്റ് കാസ് ഓഫ് ഇഞ്ചുറീസ്. ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നുണ്ടല്ല അവിടെ ഇഞ്ചുറി ഉണ്ടാകുന്നത്, അല്ലേ? ഗ്രൗണ്ട് മൂവ് ചെയ്താൽ ഇഞ്ചുറി ഉണ്ടാവും. ചിലപ്പോൾ ഇതുപോലെയൊക്കെ പൊട്ടിപ്പിളരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഭയങ്കര കേസിൽ മാത്രമേ ഉള്ളൂ. സാധാരണ ഗ്രൗണ്ട് ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ വലിയ ഇഞ്ചുറി ഉണ്ടാകത്തില്ല. മോസ്റ്റ് ആർ കോസ്ഡ് ബൈ ഫോളിംഗ് ഒബ്ജക്ട്സ് ഓർ കൊളാപ്സിംഗ് ബിൽഡിങ്സ്, അല്ലേ?
കെട്ടിടങ്ങൾ ഇടിഞ്ഞ് വീണും അതുപോലെ മണ്ടയിൽ കൂടെ വല്ല സാധനങ്ങൾ വന്നു വീണാണ് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവുക. മെനി എർത്ത് കേസ് ആർ ഫോളോവഡ് ബൈ ഫർദർ ട്രോമാസ് യൂഷ്വലി ഓഫ് പ്രോഗ്രസീവ്ലി ഡിക്രീസിങ് ഇൻറ്റൻസിറ്റി അല്ലേ. വലിയ എർത്ത് കേക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചെറിയ ട്രോമാസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ സെവറൽ അവേഴ്സ് ഓർ ഈവൻ ഡേയ്സ് ആഫ്റ്റർ അല്ലേ, ചിലപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷമോ ഈ പറഞ്ഞ എന്താണ് ട്രോമാസ് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. പ്രിക്കോഷൻസ് ആർ എസെൻഷ്യൽ ഫോർ പീപ്പിൾ ലിവിങ് ഇൻ റിസ്ക് ഏരിയാസ് അല്ലേ. വാട്ട് വുഡ് ബിഫോർ ഹാൻഡ് നോക്കാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നേരത്തെ ബിൽഡിംഗ് കോഡിന് പറഞ്ഞില്ലടാ. ബിൽഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അർബൻ പ്ലാനിംഗ് റെഗുലേഷൻസ് ഫോർ റിസ്ക് ഏരിയാസ്. റിസ്ക് ഏരിയ ആണ് ഇവിടെ എർത്ത് കേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ ബീമിന് ഇത്ര വണ്ണം വേണം, ഇത്ര കനത്തിലുള്ള കമ്പി ഇടണം, അതുപോലെ നിങ്ങളുടെ ബേസ്മെന്റിന് ഇത്രയും ആഴം വേണം. ഈ കാര്യങ്ങൾ ആര് പറയും? അതോറിറ്റീസ് പറയും. നമ്മൾ പാലിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട് പൊളിയൂല അല്ലേ. അടുത്ത എൻഷുർ ദാറ്റ് ഓൾ ഇലക്ട്രിക്കൽസ് ആൻഡ് ഗ്യാസ് അപ്ലയൻസസ് ഇൻ ഹൗസ് ടുഗദർ വിത്ത് ഓൾ പൈപ്പ് ലൈൻസ് കണക്റ്റഡ് ടു ദം ആർ ഫേംലി ഫിക്സ്ഡ്. നമുക്ക് ഇലക്ട്രിക്കൽസ് അതുപോലെ ഗ്യാസ് അപ്ലയൻസ് ഇതെല്ലാം കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്യണം അല്ലേ. ഇല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ഉണ്ടാവാം. പെട്ടെന്നൊരു കുലുക്കുണ്ടായി ഗ്യാസ് ലീക്ക് ഉണ്ടായിക്കൂടാ. അതുപോലെ ഇലക്ട്രിക് ലൈൻസ് പൊട്ടി പോകത്തില്ലേ, അത് വളരെ ഫേം ആയിട്ട് ഫിക്സ് ചെയ്യണം. അതുപോലെ അവോയ്ഡ് സ്റ്റോറിങ് ഹെവി ഒബ്ജക്ട്സ് ആൻഡ് മെറ്റീരിയൽസ് ഹൈ പൊസിഷൻസ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പാറ ഉടയ്ക്കുന്ന കൂടൊന്നും എടുത്ത് നമ്മൾ ഇൻഡലിൻ്റെ മുകളിൽ വെച്ചിട്ട് കിടക്കരുത്. കാര്യം എന്താ, ഒരു ചെറിയ കുലുക്കം മതി കൂടം വന്ന് തലയൊക്കെ വീഴാനല്ലേ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അതുപോലെ ഹോൾഡ് ഫാമിലി ഇവാക്യുവേഷൻ ഡ്രിൽസ് ആൻഡ് എൻഷുർ ദാറ്റ് ദ ഹോൾ ഫാമിലി നോസ് വാട്ട് ടു ഡു ഇൻ കേസ് ഓഫ് എമർജൻസീസ് അല്ലേ. എർത്ത് കേക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാൻ പറ്റണം. അതുപോലെ ഫാമിലി ഇവാക്യുവേഷൻ എങ്ങനെ ചെയ്യണം, ഡ്രില്ല് ഇടയ്ക്ക് സംഘടിപ്പിച്ച് കൊടുക്കുക. അതൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഈ ജപ്പാനിലൊക്കെ ഉള്ള സംഗതികളാണ്. ജപ്പാനിൽ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? എർത്ത് കേക്ക് വന്നു എന്നുള്ളൊരു അലാറം കൊടുക്കും. അപ്പോൾ എർത്ത് കേക്ക് വന്നതുപോലെ ആൾക്കാർ ആക്ട് ചെയ്യും. എർത്ത് കേക്ക് വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആൾക്കാർ അപ്പം തന്നെ ചെയ്യും. അപ്പോൾ ശരിക്കും എർത്ത് കേക്ക് വന്നാലും അവർക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ പുലി വരുന്ന പുലിയല്ല, ട്രയൽ എടുക്കില്ല. നമ്മൾ നാടകം കളിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിഹേഴ്സലില്ല. ആ റിഹേഴ്സൽ അവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു നോക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തു നോക്കുക. അതുപോലെ പ്രിപ്പയർ എ ഫാമിലി എമർജൻസി കിറ്റ്. എവിടെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നമുള്ള റിസ്ക് ഏരിയ താമസിച്ചാൽ നമ്മൾ എപ്പോഴും ഒരു ഫാമിലി എമർജൻസി കിറ്റ് തയ്യാറാക്കി എടുക്കാൻ പാകത്തിന് വെച്ചിരിക്കുക. എപ്പോഴാണ് ആവശ്യം വരണമെന്ന് അറിയാൻ പറ്റൂല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എർത്ത് കേക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നുകൂടെ നോക്കാം. പലപ്പോഴും മരണത്തിനോ അല്ലെങ്കിൽ അപകടത്തിനോ കാരണം തറ കടന്ന് കുലുങ്ങുന്നതല്ല, കെട്ടിടങ്ങൾ ഇടിയുന്നതും മണ്ടയിൽ കൂടെ സാധനങ്ങൾ വന്ന് വീഴുന്നതല്ലേ, ശ്രദ്ധിക്കുക. അതുപോലെ ബിൽഡിങ് കൃത്യമായിട്ട് അക്കോർഡൻസ് ചെയ്യുക. ഇലക്ട്രിക്കൽ അപ്ലയൻസും ഗ്യാസ് അപ്ലയൻസും എല്ലാം കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയാലും കുഴപ്പമില്ല. അതുപോലെ അവോയ്ഡ് സ്റ്റോറിങ് ഹെവി ഒബ്ജക്ട്സ്. കൂടെ കൊടുത്ത് മണ്ടേ കൊണ്ടുവച്ചിട്ട് അടി കിടന്ന് ഉറങ്ങരുത്. അതുപോലെ ഫാമിലി ഇവാക്യുവേഷൻ ഡ്രിൽസ് കൃത്യമായിട്ട് ക്യാരി ഔട്ട് ചെയ്യുക. ഒരു ഫാമിലി എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഡ്യൂറിങ് ആൻ എർത്ത് കേക്ക് വന്നു എന്ത് ചെയ്യണം? നെവർ പാനിക് അല്ലേ, പേടിക്കരുത്. പട്ടി കടിക്കാമെന്നാ പേടിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നിൽക്കണം, നമ്മളെ സിനിമയെ പറയില്ല. അതേപോലെ ഒരു കാരണവശാലും പാനിക് ആവരുത്. പാനിക് ആയാൽ എന്താ കുഴപ്പം? നമുക്ക് ശരിയായുള്ള ഡിസിഷൻ കൃത്യമായ സമയത്ത് എടുക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ പരീക്ഷ ഹാളിൽ കയറി പാനിക് ആവുന്ന പോലെ, നിങ്ങൾ ഇപ്പോഴും പാനിക് ആവുന്ന പോലെ. ഇപ്പം നിങ്ങളുടെ പാനിക് എന്താണ്? പോഷൻ തീരുമോ, പഠിച്ച് തീരുമോ, ജോലി കിട്ടുമോ? ആ പാനിക്കായ എന്തോ കുഴപ്പം? നിലവിൽ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി അതൊന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. പാനിക് ആവാത്ത ആൾക്കാരല്ലെങ്കിൽ പാനിക് ആകില്ല എന്ന് ഉറപ്പിച്ച ആൾക്കാർ ഉറപ്പായിട്ട് ഈ ക്ലാസ് കാണുകയും അതിനുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ട് ജോലി മേടിച്ചിട്ട് പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാവുന്നുണ്ടോ? പാനിക് ആയാലും പാനിക് ആവാനേ നേരം കാണത്തുള്ളൂ. ഇരുട്ട് രാവിലെ പാനിക്ക്, ഉച്ചയ്ക്ക് പാനിക്ക്, വൈകുന്നേരം പാനിക്ക്, രാത്രി പാനിക്ക്. ഇനി എപ്പോഴാണ് പഠിക്കുക? മനസ്സിലായോ? അപ്പോൾ ഡെയിലി 4-5 ക്ലാസ് വരുന്നുണ്ട്. ആ 5 ക്ലാസ് നിങ്ങൾ കേട്ട് പരീക്ഷ എഴുതി പോകും മക്കളെ. പരീക്ഷ 1, 2, 3, 4 തവണ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യ്. യു വിൽ ഗെറ്റ് ദ റിവാർഡ് കേട്ടോ. നിങ്ങളുടെ വർക്ക് റിവാർഡ് ചെയ്യപ്പെടും, ഒരു സംശയം വേണ്ട. ശ്രദ്ധിക്ക്, ഡു നോട്ട് പാനിക്. ഫേംലി ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ കൃത്യമായ വിശ്വാസം നിങ്ങൾ വെച്ച് പുലർത്തുക കേട്ടോ. കീപ് കാം ആൻഡ് ഡു നോട്ട് പാനിക്. എർത്ത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അത് തന്നെ ചെയ്യണം. എപ്പോഴും നമ്മൾ അതായിരിക്കണം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. പരീക്ഷ കാളിൽ കയറി അതായിരിക്കണം. പാനിക് ആവണ്ട. നിങ്ങൾക്ക് അറിയില്ല, ആർക്കും അറിയാൻ പാടില്ല എന്ന് മനസ്സിലായിരിക്കുക. ആദ്യത്തെ 10 ചോദ്യം വന്ന് 10 ചോദ്യം അറിയത്തില്ല, തമ്പുരാനെ ഞാൻ എന്ത് ചെയ്യും, ആർക്കും അറിയാൻ പറ്റുന്നവർ മനസ്സിലായിരിക്കാം. മനസ്സിലായ? എന്നിട്ട് അങ്ങനെ വിചാരിച്ചതിന് ശേഷം നമുക്ക് മാർക്ക്, ജോലി മേടിക്കാനുള്ള മാർക്ക് അപ്പുറത്ത് കിടപ്പുണ്ട്. അത് ഓരോന്നായിട്ട് കണ്ടെത്തി ഓരോന്നായിട്ട് കൃത്യമായിട്ട് എഴുതി പോവുക. വിജയം നിങ്ങളൊക്കെ തേടി വരും കേട്ടോ. നോക്കാം. കീപ് കാം ആൻഡ് ഡു നോട്ട് പാനിക്. പീപ്പിൾ ഹു ആർ ഇൻഡോർസ് ഷുഡ് സ്റ്റേ ദെയർ ബട്ട് മൂവ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി ബിൽഡിംഗ്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ സൈഡിൽ പോയി നിൽക്കാതെ, സൈഡിൽ നിന്ന് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. നടുക്കിലോട്ട് പോവുക. ഉടനെ നമ്മൾ ഇറങ്ങി പുറത്തോട്ട് ചാടണ്ട. നല്ല ഒരു വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ബലമുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുക.
അതുപോലെ കീപ്പ് എവേ ഫ്രം സ്റ്റെയർസ്. സ്റ്റെയർ എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റെയർ പെട്ടെന്ന് പൊളിയാൻ സാധ്യതയുള്ള ഭാഗമാണല്ലേ സ്റ്റെയർ കേസിലോട്ട് പോകാതിരിക്കുക, മുകളിലോട്ടൊന്നും പോകാതിരിക്കുക. അതുപോലെ അത് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് ഷുഡ് സ്റ്റേ ദെയർ കീപ്പിംഗ് അവേ ഫ്രം ബിൽഡിംഗ്സ് ടു അവോയ്ഡ് കൊളാപ്സിംഗ് വാൾസ് ആൻഡ് അവേ ഫ്രം ഇലക്ട്രിക് കേബിൾസ്. പുറത്തായിപ്പോയി, വീടിനകത്തല്ല. ഞാൻ ഈ പറയുന്നത് അത്രയും ഇതായിട്ടുള്ള പെട്ടെന്ന് ഈ ഒരു വീടൊക്കെ ഈ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് പ്രിപ്പയർ ആവാത്ത ജപ്പാനിലൊന്നും ഒരു അത്യാവശ്യം വലിയ ഭൂചലനം ഉണ്ടായി ഇതുപോലെയൊന്നും കെട്ടൊന്നും ഇടിഞ്ഞ് വീഴത്തില്ല. കാരണം അവരുടെ പ്രിപ്പറേഷനിൽ അതുപോലെയാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഗുജറാത്തിലെ ഭൂകമ്പമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചിത്രമാണ്. ഗുജറാത്തിലെ ആൾക്കാർ അറിഞ്ഞില്ല ഇത്രയും വലിയ ഭൂകമ്പം വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രോങ് ആയിട്ടുള്ള വീടാണെങ്കിൽ നടുക്ക് വന്നിരിക്കുക, റൂമിൻ്റെ നടുക്ക് വന്നിരിക്കുക അല്ലേ. അതുപോലെ സൈഡിൽ പോയി നിൽക്കാതിരിക്കുക, സ്റ്റെയർ കേസിൻ്റെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക, സ്റ്റെയർ കേസിൽ കയറാതിരിക്കുക. അപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിംഗിൽ നിന്നൊക്കെ മാറി നല്ലൊരു തുറസായ സ്ഥലത്ത് നിൽക്കുക. ഓക്കെ. അതുപോലെ എനിവൺ ഇൻ എ വെഹിക്കിൾ ഷുഡ് പാർക്ക് ഇറ്റ് കീപ്പിംഗ് അവേ ഫ്രം ബ്രിഡ്ജസ് ആൻഡ് ബിൽഡിംഗ്. ഏതെങ്കിലും വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് അവിടെ അനങ്ങാതിരിക്കുക. വീടിൻ്റെ അടുത്തോ കെട്ടിടത്തിൻ്റെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ് അല്ലേ പാലത്തിൻ്റെ അടുത്തോ കൊണ്ടുപോയി സെറ്റാക്കാതെ ഇരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി എർത്ത് കേക്ക് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒബേ ദ അതോറിറ്റീസ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. അതോറിറ്റീസ് എന്ത് പറയുന്നു അത് ശ്രവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലേ. ഡു നോട്ട് ഗോ ബാക്ക് ഇൻ ടു ഡാമേജ്ഡ് ബിൽഡിംഗ് സിൻസ് ട്രമേഴ്സ് മേ സ്റ്റാർട്ട് അഗെയിൻ അറ്റ് എനി മൊമെന്റ് അല്ലേ. ഒരു കാരണവശാലും ഡാമേജ്ഡ് ബിൽഡിങ്ങിൽ ഇപ്പോൾ പോയി അത്യാവശ്യം സാധനം എടുത്തുകൊണ്ട് വരാൻ വിചാരിക്കരുത്. കാര്യം അത് കഴിഞ്ഞുള്ള പ്രകമ്പനങ്ങൾ പിന്നെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രം മതി എന്തെങ്കിലും സാധനം തലേ വന്ന് വീണ് നമ്മൾ തട്ടിപ്പോകാൻ അല്ലേ. നോക്കാം, ശ്രദ്ധിക്കുക. അതോറിറ്റി പറയുന്നത് പാലിക്കുക. നെവർ ഗോ ബാക്ക് ടു ദ ഡാമേജ്ഡ് ബിൽഡിംഗ്. ഇതായിരിക്കും ഓപ്ഷൻ വരുന്നത്. നമുക്ക് വലിയ ഉറപ്പില്ലാത്ത ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ പറഞ്ഞ സെന്റൻസ് അല്ലേ. നെവർ ഗോ ബാക്ക് ടു ദ ഡാമേജ്ഡ് ബിൽഡിംഗ്. എന്തുകൊണ്ട്? ട്രമേഴ്സ് മേ സ്റ്റാർട്ട് അഗെയിൻ അറ്റ് എനി മൊമെന്റ്. ട്രമേഴ്സ് പ്രകമ്പനങ്ങൾ പിന്നെയും ഉണ്ടാകാം. അതുപോലെ ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ദ ഇഞ്ചേർഡ് ആൻഡ് അലേർട്ട് ദ എമർജൻസി സർവീസസ് ഇൻ കേസ് ഓഫ് ഫയർ, ബസ് ഫൈസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഇഞ്ചേർഡ് ആയിട്ട് ആൾക്കാർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അതുപോലെ തീപിടുത്തമോ പൈപ്പ് വാട്ടറിലോ കൊണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതോറിറ്റി അറിയിക്കുക അല്ലേ. ഡു നോട്ട് ഗോ സിംപ്ലി ടു ലുക്ക് അറ്റ് ദ സ്ട്രൈക്കൻ ഏരിയാസ്, ദിസ് വിൽ ഹാമ്പർ റെസ്ക്യൂ വർക്ക്. ചുമ്മാ നോക്കാൻ വേണ്ടി പോകരുത്, അടി കിട്ടും. മനസ്സിലായ? ചുമ്മാതെ നോക്കാൻ വേണ്ടി അവിടെ എന്തായി, നമുക്കെല്ലാം അപകടം കാണാനൊരു രസമുണ്ടല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലേ. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ വളരെ നല്ലവരാണോ ചീത്തയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും അപകട ദൃശ്യങ്ങൾ കാണാൻ മനുഷ്യന് വല്ലാത്തൊരു ആവേശമുണ്ട്. അത് എനിക്കറിയത്തില്ല. ഒരു അപകടം വന്നാൽ കൂടി നിൽക്കുക ആൾക്കാർ. അതുപോലെ ആൾക്കാർ ഉറപ്പായിട്ടും അങ്ങോട്ട് പോകും. പക്ഷേ നിങ്ങൾ റെസ്ക്യൂ സർവീസിനാണെങ്കിൽ പുറത്ത് പോകാം, അല്ലാതെ നിങ്ങൾ പോയി അവിടെ അലമുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ കീപ് എമർജൻസി പാക്കേജ് ആൻഡ് റേഡിയോ നിയർ അറ്റ് ഹാൻഡ്. റേഡിയോയും എമർജൻസി പാക്കേജും കൃത്യമായിട്ട് കയ്യിൽ സൂക്ഷിക്കുക, കയ്യിൽ പിടിക്കുക. മേക്ക് ഷുവർ ദാറ്റ് വാട്ടർ ഈസ് സേഫ് ടു ഡ്രിങ്ക് ആൻഡ് ഫുഡ് സ്റ്റോർഡ് ഇറ്റ് ഹോം ഈസ് ഫിറ്റ് ടു ഈറ്റ് അല്ലേ. ഇലക്ട്രിസിറ്റിയെ പോയി കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററും ഫ്രീസറൊക്കെ കേടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുഡ് സേഫ് ആവാൻ സാധ്യതയില്ല. നോക്ക്, അപ്പോൾ വാട്ടറും നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ലൈന് പൈപ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ലോ വാട്ടർ ലെവൽ ഉണ്ടാകാം, അതുവഴി കണ്ടാമിനേഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാട്ടർ സേഫ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആഫ്റ്റർ എർത്ത് കേക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെയാണ് പറഞ്ഞേ? ഓക്കെ അല്ലടാ? അപ്പോൾ ഇനി നമുക്ക് ക്ലൗഡ് ഓഫ് ടോക്സിക് ഫ്യൂംസ് നോക്കാം. ക്ലൗഡ് ഓഫ് ടോക്സിക് ഫ്യൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. ടോക്സിക് അല്ലേ, വിഷവാതകം. അത് ഉണ്ടാവാൻ സാധ്യത. പീപ്പിൾ ഇൻ റിസ്ക് ഏരിയ ഷുഡ്, റിസ്ക് ഏരിയയിലുള്ള ആൾക്കാരല്ലേ, അതുപോലെയുള്ള ഫാക്ടറിയുടെയൊക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് അബൌട്ട് ഇവാക്യുവേഷൻ പ്ലാൻസ് ആൻഡ് ഫെസിലിറ്റീസ്, ഫെമിലറൈസ് ദംസെൽസ് വിത്ത് ദ അലാം സിഗ്നൽസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് എമർജൻസി, എക്വിപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് വിത്ത് ദ ടൈറ്റസ്റ്റ് പോസിബിൾ ഫാസ്റ്റനിങ്സ്, പ്രിപ്പയർ ഫാമിലി എമർജൻസി കിറ്റ്സ്. എന്തൊക്കെയാണെന്ന് നോക്കാം. അലാം സിഗ്നൽസ് അല്ലേ. ഗ്യാസ് വാതക ചോർച്ചയുണ്ട് എന്നൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. ഇത് കേട്ടാൽ ഇത് വാതക ചോർച്ചയുടെ സിഗ്നലാണ് നമുക്ക് അറിയാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ. അതുപോലെ ജനലും വാതിലും തുറന്നിട്ടാൽ ഈ പറഞ്ഞ വിഷവാതകം ഉള്ളിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കണം. 2 3 എന്താ പറയണ മക്കളെ? പ്രിപ്പയർ ഫാമിലി എമർജൻസി കിറ്റ്. കൃത്യമായിട്ട് 3ാമത്തെ കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഞാൻ ഇത് പറയാൻ വിട്ടു. ഫൈൻഡ് ഔട്ട് അബൌട്ട് ഇവാക്യുവേഷൻ പ്ലാൻസ് ആൻഡ് ഫെസിലിറ്റീസ്. ഇവാക്യുവേഷന് വേണ്ടി ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ അതുപോലെ അലാം സിഗ്നൽസിനെ കുറിച്ച് നമുക്ക് അറിവ് വേണം. അതുപോലെ അത്യാവശ്യം നമുക്ക് ഇവാക്യുവേഷൻ നടന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്ത് മൊത്തം വിഷവാതകമാണ്, നമ്മൾ എന്ത് ചെയ്യണം? വീടും ജനലെല്ലാം കൊട്ടി അടച്ചിട്ട് നമ്മൾ അകത്തിരിക്കണം.
അതുപോലെ ഫാമിലി എമർജൻസി കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ. ഡ്യൂറിങ് ആൻ എമർജൻസി നമ്മൾ എന്ത് ചെയ്യണം? ഡു നോട്ട് യൂസ് ദ ടെലിഫോൺ, ലീവ് ലൈൻസ് ഫ്രീ ഫോർ റെസ്ക്യൂ സർവീസസ്. ഒരിക്കലും ടെലിഫോൺ ലൈൻ ഹാങ് ആക്കരുത്, നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ ലിസൺ ടു ദ മെസ്സേജ് ഗിവൺ ബൈ റേഡിയോ ആൻഡ് അതർ മീഡിയ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ക്യാരി ഔട്ട് ദ ഇൻസ്ട്രക്ഷൻ ട്രാൻസ്മിറ്റഡ് ബൈ റേഡിയോ ലൗഡ് സ്പീക്കർ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ക്ലോസ് ദ ഡോർസ് ആൻഡ് വിൻഡോസ്, സ്റ്റോപ്പ് അപ്പ് എയർ ഇൻടേക്സ് അല്ലേ, അതായത് വിൻഡോയും ഈ പറഞ്ഞ സാധനവും അല്ലേ ഡോറെല്ലാം ക്ലോസ് ചെയ്യണം. നമ്മൾ പുറത്തുനിന്ന് അകത്തേക്കുള്ള എയർ ഇൻടേക്ക് കുറയ്ക്കണം. സീൽ എനി ക്രാക്സ് ഓർ ഗ്യാപ്സ് അറൗണ്ട് വിൻഡോസ് ആൻഡ് ഡോർസ് വിത്ത് അഡ്ഹസീവ് ടേപ്പ് അല്ലേ, അതായത് ഡോറിലും വിൻഡോയിലും എന്തെങ്കിലും പൊട്ടലുണ്ട്, പുറത്തുനിന്ന് വിഷവാതകം അകത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അതും അടച്ചു വെക്കണം. എത്ര നേരം അകത്തേക്കാൻ പറ്റും? കുറേ നേരം നമുക്ക് റൂമിനകത്തുള്ള വായു ശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷവാതകം ശ്വസിക്കാതിരിക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കണം. ഓക്കെയാണ് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം എടുത്ത് പറയേണ്ടത്. ബാക്കിയെല്ലാം നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ക്ലോസ് ഡോർസ് ആൻഡ് വിൻഡോസ്, സ്റ്റോപ്പ് അപ്പ് എയർ ഇൻടേക്സ്. എന്താണ് ഇത്? എന്താണ്? എയർ ഇൻടേക്ക്, പുറത്തുനിന്നുള്ള അപ്പ് എയർ ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ക്രാക്കും ഗ്യാപ്പുകളും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അഡ്ഹസീവ് ടേപ്പ് വെച്ച് അടച്ചു വയ്ക്കണം. അതുപോലെ എമർജൻസി കഴിഞ്ഞാലോ കംപ്ലൈ വിത്ത് ദ അതോറിറ്റീസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡു നോട്ട് ഗോ അൺടിൽ ദെയർ ഈസ് നോ ലോങ്ങർ എനി റിസ്ക്. ഒരു കാരണവശാലും അതോറിറ്റി പറയാതെ, റിസ്ക് മാറിയെന്ന് പറയാതെ പുറത്ത് പോകരുത്. അതുപോലെ ക്യാരി ഔട്ട് നെസസറി ഡീകൺടാമിനേഷൻ മെഷേഴ്സ്. ഡീകൺടാമിനേഷൻ മെഷേഴ്സ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെന്ന് കരുതുന്നു. ഞാനിവിടെ ഉത്തരം കണ്ടുപിടിക്കാം. കാണാമല്ലോ? ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. എമർജൻസി പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഇൻവോൾവ്സ് മെഷേഴ്സ് ഡിസൈൻഡ് ടു ട്രെയിൻ ഫോർ ട്രയേജ്, ടു സ്ട്രെങ്തൻ ഫുഡ് സപ്ലൈ ചെയിൻ ആഫ്റ്റർ ഡിസാസ്റ്റർ, പ്രിവെന്റ് ഹസാർഡ്സ് ഫ്രം കോസിംഗ് എമർജൻസി, ടു ലെസൺ ദ ലൈക്ലി എഫക്ട്സ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിരിക്കുന്നതാണ്. മിറ്റിഗേഷൻ എന്താണ്? പ്രിവെന്റ് ഹസാർഡ്സ്. യെസ്, വെരി ഗുഡ്. സി ആണ് ഉത്തരം. അടുത്ത നീക്കം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷർ? ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക് ആണ്. അലോക്കേഷൻ ഓഫ് ഹെൽത്ത് കെയർ ബഡ്ജറ്റ് അല്ല. ഇംപ്രൂവ്ഡ് ബിൽഡിംഗ് കോഡ്സ് മിറ്റിഗേഷൻ വർക്കാണ്. റിഡക്ഷൻ ഓഫ് വൾണറബിൾ പോപ്പുലേഷൻ ആൻഡ് സ്ട്രക്ചേഴ്സ് മിറ്റിഗേഷൻ വർക്കാണ്. അപ്പോൾ ഏതാണ്? ബി. ഉത്തരം ബി അല്ലേ? വെരി ഗുഡ്. ഉത്തരം പറയണം കേട്ടോ. എല്ലാവരും ഉത്തരം വിളിച്ച് പറയണം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷർ പറഞ്ഞു. ഓക്കെ, ബി പറഞ്ഞു. അടുത്ത് നോക്കാം. എമർജൻസി പ്രിപ്പയർനെസ് എയിംസ് ടു. എമർജൻസി പ്രിപ്പയർനെസ് എന്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്? ഇംപ്ലിമെന്റ് ഷോർട്ട് ടേം റിലീഫ് എഫർട്ട് അല്ല. സ്ട്രെങ്തൻ ദ ഓവറോൾ കപ്പാസിറ്റി മാനേജ് എമർജൻസീസ്. യെസ്, അതാണ് വരുന്നത് അല്ലേ. ഫോക്കസ് സോൾലി ഓൺ മെഡിക്കൽ ഇന്റർവെൻഷനും അല്ല. പ്രിവെന്റ് ഓൾ എമർജൻസീസ് ഫ്രം ഒക്കറിങ്ങും അല്ല. അപ്പോൾ ഇത് ഡി വേണമെങ്കിൽ നമുക്ക് ഒന്ന് പറയാം. എന്താ കാര്യം? പ്രിവെന്റ് ഓൾ എമർജൻസി ഫ്രം ഒക്കറിങ്. എല്ലാ എമർജൻസിയും വരുന്നത് തടയാൻ വേണ്ടി ഈ പറഞ്ഞ പ്രിപ്പയർനെസ് കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്താ ഉത്തരം? ബി. സ്ട്രെങ്തൻ അല്ലേ. ഓവറാൾ ആയിട്ടുള്ള പൊതുവെയുള്ള കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കലാണ് എന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അതുപോലെ കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് ഇസ് ക്രൂഷ്യൽ ബിക്കോസ്. കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് വളരെ ക്രൂഷ്യലാണ്. എന്തുകൊണ്ടാണ് മക്കളെ? കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആർ ദ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഇൻ ആൻ എമർജൻസി അല്ലേ. അതുകൊണ്ട് കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് മസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഇൻ എമർജൻസീസ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഫോളോയിങ് എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എമർജൻസീസിൽ പെടുന്നത് അല്ലാത്തതെന്ന് ചോദിക്കുന്നത്. യൂസിങ് ദ ടെലിഫോൺ ഓൺലി ടു കാൾ ഫോർ ഹെൽപ്പ് പേഴ്സണൽ പ്രൊട്ടക്ഷനിൽ പെടുന്നതാണ്. അതുപോലെ ഇഗ്നോറിംഗ് ഒഫീഷ്യൽ ഇൻസ്ട്രക്ഷൻ ഫോർ ഇവാക്വേഷൻ അതല്ല അല്ലേ. അതുപോലെ ഇതാണ് കീപ്പിംഗ് ഫാമിലി എമർജൻസി കിറ്റ് റെഡി ശരിയാണ്. ലിസണിംഗ് ടു മെസ്സേജസ് ശരിയാണ്. അപ്പോൾ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ അല്ലേടാ. അതുപോലെ ബിഫോർ ഫ്ലഡ് ഇൻഡിവിജ്വൽസ് ഷുഡ് എന്താണ്? ലേൺ അബൌട്ട് ദ ഫ്ലഡ് റിസ്ക് ഇൻ ദെയർ ഏരിയ. അതാണ് ഉത്തരം അല്ലേടാ. അതാണ് ഉത്തരമായിട്ട്. ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പം ബി. അടുത്ത് നോക്കാം. ടു മിനിമൈസ് ദ സ്റ്റോം ഡാമേജ് ഇൻഡിവിജ്വൽ ഷുഡ് എന്ത് ചെയ്യണം? ഇഗ്നോർ ദ കണ്ടീഷൻ. അത് ചെയ്യാൻ പാടില്ല. പ്രിപ്പയർ ഫാമിലി എമർജൻസി കിറ്റ് അല്ലേ, അത് ചെയ്യാം. അതുപോലെ വെയിറ്റ് ചൂസ് എ ഷെൽട്ടർ അണ്ടിൽ എമർജൻസി ഓക്കേഴ്സ് അല്ല. എന്താണ്? സ്റ്റോം വന്നാലും അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? എമർജൻസി വരികയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഷെൽട്ടർ കണ്ടുപിടിക്കണം. അതുപോലെ അവോയ്ഡ് ടേക്കിംഗ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഫ്ലഡിങ് പാടില്ല, അതും ചെയ്യണം. അപ്പോൾ എന്താണ്? ഫാമിലി എമർജൻസി കിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ബി ആണ് ഉത്തരം. അതുപോലെ ഡ്യൂറിങ് ആൻ എർത്ത് ഇൻഡിവിജ്വൽസ് ഇൻഡോർസ് ഷുഡ് ഉള്ളിലിരിക്കുന്ന ആൾക്കാർ എർത്ത് സമയത്ത് എന്ത് ചെയ്യണം? എക്സിറ്റ് ദ ബിൽഡിംഗ് ഇമ്മീഡിയറ്റ്ലി. പാടില്ല, പുറത്ത് ഓടിപ്പോകാൻ പാടില്ല. മൂവ് ടു സെൻട്രൽ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ്. ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ബി. വെരി ഗുഡ്. അടുത്ത നമുക്ക് നോക്കാം. ഇൻ ആൻ ഏരിയാസ് അറ്റ് റിസ്ക് ഓഫ് ടോക്സിക് ഫ്യൂം എക്സ്പോഷർ വാട്ട് ഈസ് നോട്ട് എ റെക്കമെൻഡ് പ്രിപ്പറേഷൻ? ഇഗ്നോറിംഗ് ദി ലോക്കൽ എമർജൻസി അലാറം സിഗ്നൽസ് അല്ല. അത് നോട്ട് എ റെക്കമെൻഡഡ് പ്രിപ്പറേഷൻ. എക്യൂപ്പിംഗ് ഡോർസ് ആൻഡ് വിൻഡോസ് ടൈറ്റ് ഫാസ്റ്റനിങ് അത് ശരിയായ റെക്കമെൻഡേഷൻ ആണ്. അതുപോലെ പ്രിപ്പയറിംഗ് ഫാമിലി മെമ്പേഴ്സ് ശരിയാണ്. അതുപോലെ ഫാമിലി റിസിംഗ് വിത്ത് ഇവാക്വേഷൻ പ്ലാൻ ശരിയാണ്. അപ്പോൾ എ ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. എ. അതുപോലെ ഡ്യൂറിംഗ് ആൻ എമർജൻസി ഇൻവോൾവിംഗ് ടോക്സിക് ഫ്യൂംസ് യു ഷുഡ് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോർ വെന്റിലേഷൻ. തെറ്റ്, അത് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്താൽ പുറത്തുനിന്ന് വിഷവാതകം ഉള്ളിലേക്ക് കയറും. അതുപോലെ യൂസ് ടെലിഫോൺ ഫോർ നോൺ എമർജൻസി കോൾസ്, അത് ചെയ്യാൻ പാടില്ല.
അപ്പോൾ സിയിൽ ഇനി ക്രാക്സ് ഓർ ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം അല്ലേ, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇഗ്നോർ മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. സി ആണ് ശരിയായ ഉത്തരം അല്ലേ, സി. അതുപോലെ ആഫ്റ്റർ എക്സ്പോഷർ ടു ടോക്സിക് ഫ്യൂംസ് ഇൻഡിവിജ്വൽ ഷുഡ് എന്ത് ചെയ്യണം, ക്യാരി ഔട്ട് നെസറി ഡീകണ്ടാമിനേഷൻ നമ്മൾ ചെയ്യണം, അത്രയേ ഉള്ളൂ അല്ലേ. ഗോ ഔട്ട്സൈഡ് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പാടില്ല. റിമൂവ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഫ്രം ഡോസ് ചെയ്യാൻ പാടില്ല. ക്ലീൻ ആൻഡ് റീയൂസ് കണ്ടാമിനേറ്റഡ് ക്ലോത്തിങ് വിത്തൗട്ട് വാഷിംഗ് ചെയ്യാൻ പാടില്ല. എ ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് യൂസിങ് ദ ടെലിഫോൺ എക്സെപ്റ്റ് ഫോർ എമർജൻസി ഡ്യൂറിംഗ് ഡിസാസ്റ്റർ. എന്താണ് ടു കീപ് ലൈൻസ് ഫ്രീ ഫോർ എമർജൻസി ആൻഡ് റെസ്പോൺസ് കോർഡിനേഷൻ, റൈറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെക്കമെൻഡ് ആക്ഷൻ ആഫ്റ്റർ എ സ്റ്റോം. ഒരു സ്റ്റോമിന് ശേഷം റെക്കമെൻഡ് ആക്ഷൻ അല്ലാത്തത് ഏത് എന്നാണ്. ഗോയിങ് ഔട്ട്സൈഡ് ടു ഇൻസ്പെക്ട് ഡാമേജ് ഡ്യൂറിംഗ് ദ സ്റ്റോം ചെയ്യാൻ പാടില്ല, സി ചെയ്യാൻ പാടില്ല അല്ലേ. അതുപോലെ വാട്ട് ഈസ് എ കീ എലമെന്റ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, എന്താണ്, ഹാവിങ് സിസ്റ്റംസ് പ്രൊസീജിയേഴ്സ് ആൻഡ് റിസോഴ്സസ് ഇൻ പ്ലേസ് ഫോർ എമർജൻസീസ് ആണ് അതിൻ്റെ കീ എലമെന്റ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ വൈ ഷുഡ് ഹെവി ഒബ്ജക്ട്സ് ഡോട്ട് ബി സ്റ്റോർഡ് ഇൻ ഹൈ പ്ലേസ് ഇൻ എർത്ത് കേസ് സോൺസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് മക്കളെ, ടു പ്രിവെന്റ് ഇഞ്ചുറീസ് ഫ്രം ഫാളിംഗ് ഡൗൺ അല്ലേ. ഓക്കെ, ബി ആണ് ഉത്തരം. അതുപോലെ വാട്ട് ഷുഡ് ഇൻഡിവിജ്വൽസ് ഡു ബിഫോർ ഹറിക്കൻ ഓർ സൈക്ലോൺ ഹൈക്കൺ വരുന്നത് എന്ത് ചെയ്യണം, ചൂസ് ആൻഡ് പ്രിപ്പയർ എ ഷെൽട്ടർ ഇൻ അഡ്വാൻസ് അല്ലേ. ഒരു ഷെൽട്ടർ നമ്മൾ കണ്ടെത്തി വെക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഹൗ ക്യാൻ കമ്മ്യൂണിറ്റീസ് കോൺട്രിബ്യൂട്ട് ടു ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, എങ്ങനെ പൂളിംഗ് റിസോഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് ലോക്കൽ കേപ്പബിലിറ്റീസ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കമ്മ്യൂണിറ്റീസിന് ഡിസാസ്റ്റർ മിറ്റിഗേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് ഫുഡ് ദാറ്റ് ഹാസ് ബീൻ ഇൻ ഓർ നിയർ ഫ്ലഡ് വാട്ടർ, എന്ത് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം, അത് കളയണം, ഉപയോഗിക്കാൻ പാടില്ല അല്ലേ. അതുപോലെ വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻസ് ടു ലിസൺ ടു ഒഫീഷ്യൽ ഇൻസ്ട്രക്ഷൻ ഡ്യൂറിംഗ് എ ഡിസാസ്റ്റർ, എന്താണ്, ടു എൻഷുർ സേഫ്റ്റി ആൻഡ് കംപ്ലൈൻസ് വിത്ത് സേഫ്റ്റി മെഷേഴ്സ് അല്ലേ, ബി ആണ് ഉത്തരം. അതുപോലെ വാട്ട് ഷുഡ് നോട്ട് ബി ഡൺ ഡ്യൂറിങ് ആൻ എർത്ത് കേക്ക്, ഒരു എർത്ത് കേക്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്, പാനിക് ആൻഡ് റൺ ഔട്ട് സൈഡ് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ വൈ ഈസ് ലാൻഡ് യൂസ് പ്ലാനിങ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, എന്താണ്, ഇറ്റ് റെഡ്യൂസസ് ദ വൾണറബിലിറ്റി ഓഫ് പോപ്പുലേഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് അല്ലേ. ഓക്കെ, അപ്പോൾ അതുപോലെ വൈ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു അവോയ്ഡ് ആക്ഷൻസ് ദാറ്റ് മേ സ്പ്രെഡ് പാനിക് ഡ്യൂറിങ് ആൻ എമർജൻസി, പാനിക്കായ എന്ത് സംഭവിക്കൂടാ, പാനിക് ക്യാൻ ലീഡ് ടു അൺനെസസറി ഹാം ആൻഡ് ഇംപീഡ് ഓർഗനൈസ്ഡ് മാനേജ്മെന്റ് എഫേർട്സ് അല്ലേ. ഓർഗനൈസ്ഡ് മാനേജ്മെന്റ് എഫേർട്സിന്റെ എഫിക്കസി കുറയ്ക്കും ആൾക്കാർ പാനിക് ആയി കഴിഞ്ഞാൽ. അതുപോലെ വാട്ട് റോൾ ഡസ് ഇംപ്രൂവ്ഡ് ബിൽഡിംഗ് കോഡ്സ് പ്ലേ ഇൻ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, ഡിസാസ്റ്റർ മിറ്റിഗേഷന് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് കോഡ്സ് എന്താണ്, ദേ എൻഷുർ ബിൽഡിംഗ്സ് ക്യാൻ വിസ്റ്റാൻഡ് ഡിസാസ്റ്റർ ബെറ്റർ പ്രൊട്ടക്ടിങ് ലൈഫ്സ് അല്ലേ. ആ ഒരു ഡിസാസ്റ്ററിനെ നമ്മുടെ ബിൽഡിങ്ങിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മാറ്റിയെടുക്കും ആ ഒരു കോഡ്. അതുപോലെ ആഫ്റ്റർ എനി ഡിസാസ്റ്റർ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു വെയിറ്റ് ഫോർ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ബിഫോർ റിട്ടേണിംഗ് ഹോം ഓർ ഡ്രിങ്കിങ് വാട്ടർ, എന്താണ്, ടു എൻഷുർ സേഫ്റ്റി ആൻഡ് അവോയ്ഡ് ഫർദർ ഹാസാർഡ്സ് അല്ലേ. പിന്നെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്താണ്, വീട്ടിൽ പോകരുതെന്നും വെള്ളം കുടിക്കുന്ന മുന്നേ ശ്രദ്ധിക്കണമെന്നും അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റീസ് പറയുന്നവരെ ശ്രദ്ധിക്കണമെന്നും പറയുന്നത്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, താഴ്ന്ന ശരിയായ പ്രസ്താവന നോക്കാം. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഇൻക്ലൂഡ്സ് മെഷേഴ്സ് ടു പ്രിവെന്റ് ഹാസാർഡ്സ് ഫ്രം കോസിംഗ് എമർജൻസീസ് ആസ് വെൽ ആസ് ടു റെഡ്യൂസ് ദ എഫക്ട്സ് ഓഫ് എമർജൻസീസ്. 2 ഫ്ലഡ് മിറ്റിഗേഷൻ വർക്ക്സ് ആർ നോട്ട് കൺസിഡേർഡ് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, അത് തെറ്റാണല്ലേ. അതുപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഹാവ് ദ മോസ്റ്റ് ലോസ് ഫ്രം ബീയിങ് വൾണറബിൾ ടു ഡിസാസ്റ്റർ ആൻഡ് ദ മോസ്റ്റ് ഗെയിൻ ഫ്രം എഫക്റ്റീവ് എമർജൻസി പ്രിപ്പയർനെസ് പ്രോഗ്രാം, ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന മക്കളെ, അപ്പോൾ സി ആണ് ഉത്തരം. ഓക്കെ, അതുപോലെ ഐഡന്റിഫൈ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ടേണിംഗ് ഓഫ് ദ ഇലക്ട്രിസിറ്റി ഡ്യൂറിംഗ് എ ഫ്ലഡ് ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിഷൻ, അത് ശരിയായ പ്രസ്താവനയാണ്. ആഫ്റ്റർ എ ഫ്ലഡ് ഇറ്റ് ഈസ് സേഫ് ടു ഡ്രിങ്ക് വാട്ടർ വിത്തൗട്ട് കൺഫേമിംഗ്, തെറ്റായ പ്രസ്താവനയാണ്. 3 പ്രിപ്പയറിംഗ് എ ഫാമിലി എമർജൻസി കിറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, ശരിയായ പ്രസ്താവന. 1ഉം 3ഉമാണ്, പിന്നെയും സി ആണ് ഉത്തരം. അതുപോലെ റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഡ്യൂറിംഗ് ആൻ എർത്ത് ക്വേക്ക് ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു എക്സിറ്റ് ദ ബിൽഡിംഗ് ഇമ്മീഡിയറ്റ്ലി റിഗാർഡ്ലെസ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ്, അല്ല, തെറ്റായ പ്രസ്താവന അല്ലേ. നമ്മൾ സർക്കംസ്റ്റാൻസ് നോക്കിയിട്ട് മാത്രമേ പുറത്ത് കടക്കാവൂ. അതുപോലെ സീലിംഗ് എനി ക്രാക്സ് ഓർ ഗ്യാപ്സ് അറൗണ്ട് വിൻഡോസ് ആൻഡ് ഡോർസ് ഈസ് അൺനെസറി ഡ്യൂറിംഗ് ടോക്സിക് ഫ്യൂം എമർജൻസി, തെറ്റായ പ്രസ്താവനയാണല്ലേ. കാരണം എന്താണ്, ടോക്സിക് ഫ്യൂം എന്നാൽ നമ്മളിതെല്ലാം ക്ലോസ് ചെയ്യണം. അതുപോലെ ആഫ്റ്റർ എമർജൻസി ഇൻവോൾവ് ഇൻ ടോക്സിക് ഫ്യൂംസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ ദ അതോറിറ്റീസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ക്യാരി ഔട്ട് ഡീകണ്ടാമിനേഷൻ മെഷേഴ്സ്, ശരിയായ പ്രസ്താവന. അപ്പോൾ ഏതാണ്, റോങ് 1ഉം 2ഉം ആണല്ലേ. അപ്പോൾ ഏതാണ്, 1ഉം 2ഉം എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, താഴ്ന്ന ശരിയായ പ്രസ്താവന നോക്കാം. ലിസണിംഗ് ടു ആൻഡ് ക്യാരിയിങ് ഔട്ട് ഒഫീഷ്യൽ ഇൻസ്ട്രക്ഷൻ ഡ്യൂറിംഗ് എ ഡിസാസ്റ്റർ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് സേഫ്റ്റി ആൻഡ് എമർജൻസി റെസ്പോൺസ് എഫക്റ്റീവ്നെസ്, ശരിയായ പ്രസ്താവനയാണ് അല്ലേ, സിമ്പിൾ പ്രസ്താവനയാണ്. ലാൻഡ് യൂസ് പ്ലാനിംഗ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ റെഡ്യൂസിംഗ് ദ വൾണറബിലിറ്റി ഓഫ് പോപ്പുലേഷൻസ്, തെറ്റായ പ്രസ്താവനയാണ്. അതുപോലെ ഇംപ്രൂവ്ഡ് ബിൽഡിംഗ് കോഡ്സ് ആർ ഡിസൈൻ ടു എൻഷുർ ദാറ്റ് സ്ട്രക്ചേഴ്സ് ആർ മോർ കേപ്പബിൾ ഓഫ് വിത്ത്സ്റ്റാൻഡിംഗ് ഡിസാസ്റ്റേഴ്സ് ദെയർ ബൈ പ്രൊട്ടക്ടിംഗ് ലൈഫ്, ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി, 1ഉം 3ഉമാണ്, എ ആണ് ഉത്തരം അല്ലേ. അതുപോലെ തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു, നോക്കാം. ആഫ്റ്റർ എ സ്റ്റോം ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു വെയിറ്റ് ഫോർ വാട്ടർ സേഫ്റ്റി, തെറ്റ് അല്ലേ. പാനിക് ഡ്യൂറിംഗ് ആൻ എമർജൻസി ക്യാൻ ലീഡ് ടു അൺനെസസറി ഹാം ആൻഡ് ഡിസ്റപ്റ്റ് ഓർഗനൈസ്ഡ് മാനേജ്മെന്റ് എഫേർട്സ്, ശരി.
കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് ഈസ് ലെസ് എഫക്റ്റീവ് ദാൻ റിലയിങ് ഓൺ അല്ലേ, കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് ലെസ് അത് മോർ എഫക്റ്റീവ് ആണ് അല്ലേടാ. അപ്പോൾ ഏതാണ്? ബി ആണ് ഉത്തരം. 1 and 3 ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ ചോദ്യങ്ങൾ വരിക. 1 മാർക്ക് നിങ്ങൾക്ക് ഇന്ന് കിട്ടും കേട്ടോ. ആ 1 മാർക്ക് നിങ്ങൾക്ക് ജോലി സംഘടിപ്പിച്ച് തരും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നിന്നും കിട്ടും നിങ്ങൾക്ക് 1 മാർക്ക്. അപ്പോൾ 5 ക്ലാസ് കൊണ്ട് നമ്മൾ ഡിസാസ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ച് തീർക്കുക. ഡിസാസ്റ്റർ എന്ന് പറയുന്ന 4-5 മാർക്ക് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. ആ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് അള്ളി അഡ്വാൻറ്റേജ് തരും. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് വരുന്ന ഓരോ ക്ലാസ്സിൽ നിന്ന് 1 മാർക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി മക്കളെ, നമുക്ക് ഈ ജോലി കിട്ടും കേട്ടോ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഒരു കാര്യം പറയുന്നായിരുന്നു, കേൾക്കാത്തവരെ കേൾക്കുക. അത് ഞാൻ അവസാനം മാത്രമേ കാര്യം പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം കൃത്യമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആത്മവിശ്വാസമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നെവർ ബി പാനിക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും പാനിക് ആവാതിരിക്കുക. വർക്ക് ചെയ്യുക. നമ്മുടെ വർക്കിലും നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ കഴിവിലും വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു ആൾ.